ഹലോ ഹായ്. അഡ്മിഷൻ ഓഫ് പാർട്ട്നേഴ്സ്. അപ്പോൾ നമ്മൾ ഇല്ലുസ്ട്രേഷൻസ് ഈ വീഡിയോയിലൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്ക് എല്ലാ ഇല്ലുസ്ട്രേഷൻസും മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇതിൽ ഫസ്റ്റ് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് കൂടുതൽ പേരിലേക്ക് ഈ വീഡിയോ റീച്ച് ചെയ്യാനായിട്ട് എന്നെ സഹായിക്കും. കൂടുതൽ പേർക്ക് അത് ഉപകാരമാവും. ഓക്കെ, എല്ലാവരും അതൊന്ന് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം ചെയ്യാം. ഇല്ലുസ്ട്രേഷൻ 1 എന്താ പറഞ്ഞിരിക്കുന്നത്? എ ആൻഡ് ബി ആർ കറന്റ്ലി പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ ദ റേഷ്യോ ഓഫ് 4:3. എയുടെയും ബിയും ആണ് ഇപ്പോൾ കറന്റ്ലി ആയിട്ടുള്ള പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ എയും ബിയും ആണ്. അവരുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 4:3 ആണ്. ന്യൂ പാർട്ട്നർ സി അഡ്മിറ്റ് ചെയ്യുവാണ്. എത്രയാണ് അത് അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള അവരുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോവും തന്നിട്ടുണ്ട്. എന്താ തന്നിരിക്കുന്നത്? എ ബി സിക്ക് 5:3:2. അപ്പോൾ ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്, ന്യൂ റേഷ്യോ തന്നിട്ടുണ്ട് അല്ലേ. ഇനി അതിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് സാക്രിഫൈസിങ് റേഷ്യോ ആണ്. സാക്രിഫൈസ് റേഷ്യോ ആണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്താ തന്നിരിക്കുന്നത്? ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്. ഓക്കെ, എക്ക് ബിക്ക്, സി അവിടെ ഉണ്ടായിരുന്നില്ല ആ സമയം അല്ലേ. എക്ക് എത്രയാണ്? 4 ആണ്, ബിക്ക് 3, സിക്ക് ഒന്നുമില്ല. ഓക്കെ, ഇനി ന്യൂ റേഷ്യോ. ന്യൂ റേഷ്യോ എന്താ തന്നിരിക്കണേ? ന്യൂ റേഷ്യോ 5:3:2. ഇതാണ് നമ്മുടെ റേഷ്യോ തന്നിരിക്കുന്നത്. ഇനി നമ്മളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അതിന്റെ സാക്രിഫൈസിങ് റേഷ്യോ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ്? ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആണ് സാക്രിഫൈസ് റേഷ്യോ എന്നുള്ളത്. ഓക്കെ, റേഷ്യോ ആണ് സാക്രിഫൈസ് റേഷ്യോ എന്ന് അറിയാം. ഓക്കെ, അപ്പോൾ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ കാണും. എക്ക് എങ്ങനെ കാണും? എക്ക് കാണാനായിട്ട് എന്താണ്? 4 എത്രയുള്ളത് ഇവിടെ? 4+3 ആണ്. അപ്പോൾ അതെന്താവും? 7 ആണ്. 4/7 ആണ്. 4/7 മൈനസ് ന്യൂ റേഷ്യോ. ന്യൂ റേഷ്യോ എത്രയാണ്? 5 എത്രയാണ് ടോട്ടല്? 10 അല്ലേ. 5+3+2 എന്ന് പറയുമ്പോൾ 10 വരും. ഓക്കെ, ഇതാണ് എയുടെ. ഓക്കെ, എയുടെ ഇതാണ്. ഇനി അതെന്ത് ചെയ്യാം? നമുക്ക് 4/7 മൈനസ് 5/10 നമുക്ക് അതെങ്ങനെ എടുക്കാം? 4×10 എന്നുള്ളത് എടുക്കാം. 4×10 എന്ന് വരാം. അതായത് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, 4×10 എന്ന് എടുക്കാൻ നേരത്തെ എത്ര വരും? 40 വരും. മൈനസ് എത്രയാണ്? 7×5 എടുക്കാം. 7×5 എത്രയാണ്? 35. ഓക്കെ, 7×5 35. അത് ഡിവൈഡഡ് ബൈ 10×7 എടുക്കാം. 10×7 എത്രയാണ്? 70. ഓക്കെ, ഇത് മനസ്സിലായോ? ഇതെങ്ങനെ വന്നതെന്നുള്ളത് മനസ്സിലായില്ലേ? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? എങ്ങനെ വന്നിരിക്കുന്നത്? അതായത് 4×10 ആണ് 40 അല്ലേ. അതേപോലെ തന്നെ എന്തെടുക്കണം? 5×7 35. പിന്നെ എന്തെടുക്കണം? പിന്നെ 10×7. ഓക്കെ, 70. അങ്ങനെ എടുത്ത് ചെയ്യാം. അപ്പൊ എത്ര കിട്ടും നമുക്ക്? അപ്പൊ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത് 70 ചെയ്യാൻ നേരത്ത് നമ്മുടെ ആൻസർ എത്ര വരും? 40 മൈനസ് 35 എത്ര വരും? 5/70 വരും ആൻസർ. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ബിയുടെ ചെയ്യണം. ബിയുടെ ചെയ്യാൻ നേരത്തേക്കും ബിക്ക് എങ്ങനെ ചെയ്യേണ്ടത്? ഇതേപോലെ തന്നെ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ബിയുടെ റേഷ്യോ എത്രയാണ്? 3 ആണ്. 3 ടോട്ടൽ 7. അപ്പോൾ 3/7 മൈനസ്
ന്യൂ റേഷ്യോ എത്രയാണ്? 3/8, 3/10, 3/10. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് ആയിട്ട് ചെയ്യണം. ഓക്കെ, അതെങ്ങനെ വരും? 10 × 3 ചെയ്യാം. 10 × 3 ചെയ്യാൻ നേരത്ത് 30 വരും, മൈനസ് പിന്നെ എന്താണ് 7 × 3. 7 × 3 ചെയ്യാൻ നേരത്ത് 21 വരും. ഡിവൈഡഡ് ബൈ 10 × 7. 10 × 7 എത്രയാണ്? 70. അപ്പോൾ എത്ര വരും? 30 മൈനസ് 21 എത്ര വരും? 9 വരും. 9 ഡിവൈഡഡ് ബൈ 70 വരും. ഓക്കെ, ബിയുടെയും കിട്ടി. അപ്പോൾ എയുടെ സാക്രിഫൈസിങ് റേഷ്യോ കിട്ടി, ബിയുടെ സാക്രിഫൈസിങ് റേഷ്യോയും കിട്ടി. ഓക്കെ, ഇതെങ്ങനെ എഴുതണ്ടേ എന്നുള്ളത് മനസ്സിലായില്ലേ? ക്രോസ് ആയിട്ട് ചെയ്യാം. ഇത് ചെയ്ത പോലെ തന്നെ നമ്മൾ ഇവിടെയും ചെയ്യാം, ബിയുടെയും ചെയ്യാം. എന്താണ്? എങ്ങനെയാണ്? 3 × 10, 7 × 3, പിന്നെ എന്താണ് ലാസ്റ്റ് വരുമ്പോൾ 10 × 7. ഓക്കെ, അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് 5/70 കിട്ടി, 9/70 കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത്. സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? സാക്രിഫൈസിങ് റേഷ്യോ A/B എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5:9 ആണ് സാക്രിഫൈസിങ് റേഷ്യോ. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം മനസ്സിലായില്ലേ? കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ലേ? ഇനി നമുക്ക് സെക്കൻഡ് പ്രോബ്ലത്തിലേക്ക് നോക്കാം. ഇനി സെക്കൻഡ് പ്രോബ്ലം, ഇല്ലുസ്ട്രേഷൻ 2. എന്താണ്? എക്സ്, വൈ ആൻഡ് സെഡ് പാർട്ട്നേഴ്സ് ആണ്. അവരുടെ റേഷ്യോ 3:2:1 ആണ്. ഡബ്ല്യു എന്ന് പറഞ്ഞൊരു പുതു പാർട്ട്ണറെ അവർ അപ്പോയിന്റ് ചെയ്തു. അത് 1/6 ഓഫ് ഷെയർ ഇൻ ഫ്യൂച്ചർ പ്രോഫിറ്റ് ആയിട്ടാണ്. ഇസഡ് വുഡ് റീറ്റെയിൻ ഹിസ് ഒറിജിനൽ ഷെയർസ്. ഇസഡ് എന്ത് ചെയ്തു? അത് അവർ മെയിൻറ്റെയിൻ ചെയ്യുവാണ്, ഒറിജിനൽ ഷെയർ അങ്ങനെയാണ് നിലനിർത്തുവാണ്. ഓക്കെ, ഇസഡ് അതിലൊരു സാക്രിഫൈസും ചെയ്യുന്നില്ല എന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇസഡിന് എന്ത് ചെയ്യാം? നമുക്ക് ഇസഡ് ഒന്നും സാക്രിഫൈസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് സാക്രിഫൈസ് ചെയ്യണത് ആരായിരിക്കുള്ളൂ? എക്സും വൈയും ആയിരിക്കുള്ളൂ, അല്ലേ? എക്സും വൈ ആണ് ഓൾഡ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ളത്. അതിൽ പുതിയൊരു പാർട്ട്ണർ വരുന്നുണ്ട്. എക്സും വൈ ഇസഡും ആണ് ഓൾഡ് പാർട്ട്നേഴ്സ്. അതിൽ പുതു പാർട്ട്ണറൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട്, ഡബ്ല്യു എന്ന് പറഞ്ഞ്. അപ്പോൾ അവർ പ്രത്യേകം പറയുവാണ്. അപ്പോൾ പുതു പാർട്ട്ണർ വരുമ്പോൾ എന്തായാലും എന്ത് ചെയ്യും? എല്ലാവരും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൽ പ്രത്യേകം പറയുകയാണ് ഇസഡ് സാക്രിഫൈസ് ഒന്നും ചെയ്യണില്ല. ഇസഡ് സാക്രിഫൈസ് ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇസഡിന്റെ ഷെയർ എന്താണോ അതേപോലെ തന്നെയാണ് ഇസഡിന്റെ ഷെയർ അവിടെ നിലനിർത്തുന്നതെന്ന്, അല്ലേ? ഇസഡിന് ഒരു വ്യത്യാസമൊന്നും വരുന്നില്ല എന്ന്. അപ്പൊ നമുക്ക് ആ ഇനി കാണാനുള്ളതിൽ നമുക്ക് ഇസഡിന്റെ ഷെയറിനെ എടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? ഇസഡിന് എത്രയാണോ ഉള്ളത്? 1/6 ആണുള്ളത്. ആ 1/6 തന്നെയാണ് ഇസഡിന് ഉണ്ടാവുള്ളൂ. പുതു പാർട്ട്ണർ വന്നാലും എന്ത് തന്നെ മാറ്റമൊന്നും ഉണ്ടാവില്ല. 1/6 തന്നെ ആയിരിക്കും ഇസഡിന്റെ ഷെയർ. അപ്പൊ ഇസഡിന്റെ ഷെയർ ഇനി എന്ത് ചെയ്യണം? അത് എടുക്കണ്ട. അപ്പൊ നമ്മൾ ഇനി കാണാൻ വേണ്ടിയിട്ട് എത്ര സാക്രിഫൈസ് വന്നു എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എക്സിന്റെയും വൈന്റെയും മാത്രം എടുത്താൽ മതി. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി ഓൾഡ് റേഷ്യോ എത്രയാണ്? ഇതേപോലെ തന്നെ എഴുതുക. ഓൾഡ് റേഷ്യോ എത്രയാണ്? എക്സ്, വൈ, സെഡ്. ഓൾഡ് റേഷ്യോ എത്രയാണ്? 3:1. ഓക്കെ, ഇനി അതിൽ ന്യൂ റേഷ്യോ എത്രയാണ്? ന്യൂ റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കണം, അല്ലെ? ന്യൂ റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കണം. പുതുതായിട്ട് ഒരു പാർട്ട്ണർ വന്നിട്ടുണ്ട്, ഡബ്ല്യു എന്ന് പറഞ്ഞ്. അവരുടെ ഷെയർ എത്രയെന്നാ പറഞ്ഞിരിക്കണേ? 1/6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയെന്നാ പറഞ്ഞിരിക്കണേ? 1/6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 1/6 ആണ് പുതു പാർട്ട്ണറുടെ എന്ന് പറയാൻ നേരത്ത് പുതു പാർട്ട്ണറുടെ 1/6 ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മൾ എന്താണ് അതിന്റെ ബേസ് ആയിട്ട്, അതായത് പെർസെൻറ്റേജിന്റെ ബേസ് ആയിട്ട് എടുക്കുന്നത് എന്താണ്? 100 ആണ്, അല്ലേ? അപ്പൊ അതേപോലെ തന്നെ റേഷ്യോസ് ഇതിന്റെ ബേസ് ആയിട്ട് എടുക്കുന്നത് എന്താണ്? റേഷ്യോ കാണാനായിട്ട് അതിന്റെ ബേസ് ആയിട്ട് എടുക്കുന്നത് എന്താണ്? ഫ്രാക്ഷനൊക്കെ കാണുമ്പോൾ നമ്മൾ അതിന്റെ ബേസ് ആയിട്ട് എടുക്കുന്നത് 1 ആണ്. ഓക്കെ, 1 - 1/6 എന്ന് എടുക്കാം. 1 - 1/6 എന്ന് എടുക്കാം. അപ്പൊ 1 - 1/6 മാത്രം എടുത്താൽ മതിയോ? സാധാരണ കേസ് ആണെങ്കിൽ 1 - 1/6 മാത്രം എടുത്താൽ മതിയായിരുന്നു. ഡബ്ല്യുവിന്റെ മാത്രം എടുത്ത് മൈനസ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇസഡിന്റെ ഷെയറിന് ഒരു വ്യത്യാസവും വരില്ല. സെഡ് എന്താണോ സെഡിന് ഓൾഡ് വാങ്ങിയിരുന്നത് അത് തന്നെയായിരിക്കും പുതു പാർട്ണർ വന്നതിന് ശേഷവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സെഡിന്റെ ഷെയർ നമ്മൾ എന്ത് ചെയ്യണം? അതും ഇതേ ഡബ്ല്യുയുടെ എന്ത് ചെയ്യണോ അതേപോലെ തന്നെ സെഡിന്റെ ഷെയറും എടുക്കണം. സെഡിന്റെ ഷെയർ എത്രയാണ്? 1/6 ആണ്. 1/6 എങ്ങനെ വന്നതെന്ന് മനസ്സിലായോ? എക്സ് എന്നുള്ളത് 3, വൈക്ക് 2, സെഡിന് 1. അപ്പൊ 1/6 ആണ്
സെൻറ്റർ ഷെയർ അതും മൈനസ് ചെയ്യണം. അത് മൈനസ് ചെയ്യാൻ നേരത്ത് നമുക്ക് എത്ര വരും? 6ന്ന് 1 മൈനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 5/6 എന്ന് എടുത്ത് എഴുതും. ഇപ്പൊ 2 മൈനസ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര എഴുതും? അതിനെ 4/6 എന്ന് എടുത്തെഴുതും. ഓക്കെ, എന്തെഴുതും? 4/6 എന്ന് എടുത്തെഴുതും. ഓക്കെ, അതിന്റെ ആൻസർ 4/6 ആണ്. ഓക്കെ, ഇനി അപ്പോൾ 4/6 എന്നുള്ളത് കിട്ടി. ഇനി നമുക്ക് ന്യൂ റേഷ്യോ കാണാനായിട്ട്, ഓക്കെ, ന്യൂ റേഷ്യോ കാണാനായിട്ട് എക്സിന്റെ ന്യൂ റേഷ്യോ കാണണം. എങ്ങനെ ന്യൂ റേഷ്യോ കാണാനായിട്ട് നമുക്ക് എക്സിന്റെ ഓൾഡ് റേഷ്യോ എത്രയും നോക്കാം. എക്സിന്റെ കാണാൻ നേരത്തെ അപ്പൊ സെഡിന്റെ എന്തെങ്കിലും എഴുതണോ? സെഡിന്റെ എടുക്കണ്ട. കാരണം എന്താണ്? സെഡ് നമ്മൾ അങ്ങനെ തന്നെ നിലനിർത്തുവാണ്, ഒരു വ്യത്യാസവും വരുന്നില്ല. അപ്പൊ 3/6 ആയിട്ടല്ലേ എടുക്കേണ്ടത്, എന്തായിട്ട് എടുക്കുക? 3/5 ആയിട്ട് എടുക്കുക. 3/5 ഇൻറ്റു എത്ര വരണം ഇവിടെ? 4/6. അതൊക്കെ നമ്മൾ സാധാരണ ആ ഫസ്റ്റ് ഇതിൽ ചെയ്ത പോലെ തന്നെ എടുക്കാം. ഓക്കെ, 3/5 ഇൻറ്റു 4/6. 3/5 ഇൻറ്റു 4/6. 4/6 വരാൻ നേരത്തെ എത്ര വരും ഇവിടെ? 3 ഇൻറ്റു 4 12 വരും. ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 6 30 വരും. ഓക്കെ, ഇതാണ് എക്സിൻ്റെത്. ഇനി വൈയുടെ ഇതേപോലെ തന്നെ കാണുമ്പോൾ വൈയുടെ എത്ര? 2/5 ഇൻറ്റു 2/5 ഇൻറ്റു അടുത്ത എത്രയാണ്? 4/6. എത്ര വരും? 2/5 ഇൻറ്റു 4/6. ഓക്കെ, 2/5ൽ 2 ഇൻറ്റു 4 8 വരും. ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 6 30. ഓക്കെ, അപ്പോൾ എക്സിൻ്റെയും വൈൻ്റെയും കിട്ടി. ഇനി സെഡിന് എത്രയാണ്? സെഡിന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ നിലനിർത്താനാണ്. സെഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ് അല്ലെ? സെഡിന്റെ എത്രയാണ്? 1/6 ആണ്. അപ്പൊ 1/6 എന്നുള്ളത് സെഡിന്റെ ആണ്, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതെന്താണ്? അത് 6ലെ കിടക്കണേ. നമ്മൾ എന്തിലേക്ക് എടുക്കണേ? ഇതൊക്കെ ഇതിലെ കിടക്കണേ? 30ലെ കിടക്കണേ. അപ്പോൾ അതിനെയും 30ലേക്ക് മാറ്റണം. 30ലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിന് ഇൻറ്റു ചെയ്താലേ 30ലേക്ക് മാറ്റാൻ പറ്റുള്ളൂ? 5 കൊണ്ട് ഇൻറ്റു ചെയ്യണം അല്ലേ? 6നെ 5 കൊണ്ട് ഇൻറ്റു ചെയ്താലേ 30 ആവുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ 1നെയും അതേ 5 കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താണ്? 5/5 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം? 1 ഇൻറ്റു 5 5 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 5 30. ഓക്കെ, സെൻറ്റർ ഷെയർ ആയി. ഇനി പുതു പാർട്ണറായ ഡബ്ല്യുവിൻ്റെയും അത് തന്നെയല്ലേ സംഭവം അല്ലേ? 1/6 ആണ് ഡബ്ല്യുവിൻ്റെ ഷെയർ. അതിനെയും നമ്മൾ എന്ത് ചെയ്യണം? 30ലേക്ക് മാറ്റണം. അപ്പോൾ 6നെ 5 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ആ 6നെ 5 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 30 കിട്ടും. അപ്പോൾ അതിനെ തന്നെ 1 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ എന്താണ്? 5/5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എത്ര വരും? 5/30. 5/30. അപ്പോൾ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് എക്സ് ഈസ് ടു വൈ ഈസ് ടു സെഡ് ഈസ് ടു ആരാണ്? ഡബ്ല്യു അല്ലേ? അപ്പം എത്ര വരും അതിൻ്റെയൊക്കെ? 12 ഈസ് ടു 5 ഈസ് ടു 12 ഈസ് ടു 5 ആണോ? 8 അല്ലേ? ഒരു 8 ആണ് ഇവിടെ. ഓക്കെ, സോറി, എൻ്റെ തെറ്റാണ്. 4 8 ആണ് പറഞ്ഞത്. 12 ഈസ് ടു 8 ഈസ് ടു 8 ആക്കിക്കോട്ടെ. 8 ഈസ് ടു എത്രയാണ്? 5 ഈസ് ടു 5. ഓക്കെ, ഇതാണ് ന്യൂ റേഷ്യോ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് പ്രോബ്ലം സിമ്പിളായിട്ട് തീർത്തില്ലേ? ഓക്കെ, ഇനി നമുക്ക് തേർഡ് പ്രോബ്ലം എന്താണെന്ന് നോക്കാം. ഇല്ലുസ്ട്രേഷൻ 3. ഇല്ലുസ്ട്രേഷൻ 3ൽ എന്താ പറയണേ? എസ് ആൻഡ് എൻ ആർ പാർട്ട്നേഴ്സ്. അവർ എസും എന്നും ആണ് പാർട്ട്നേഴ്സ്. അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യോ എത്രയാണ്? 5:3 ആണ്. അവർ പുതു പാർട്ട്ണറായിട്ട് ജെയെ അഡ്മിറ്റ് ചെയ്തു. അതെത്രയാണ്? 3/10th ഷെയർ ഓഫ് പ്രോഫിറ്റ് ആയിട്ടാണ്. ജെക്ക് എങ്ങനെ കിട്ടണേ? എസ്സിൽ നിന്ന് 1/5 ഷെയർ കിട്ടുന്നുണ്ട്. അതായത് എസ് 1/5 ഷെയർ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, പിന്നെ എന്താണ്? എന്നിൽ നിന്ന് 1/10 കിട്ടുന്നുണ്ട്. എന്ന് പുതു പാർട്ട്ണർ വരുമ്പോൾ എത്ര സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്? 1/10 സാക്രിഫൈസ് ചെയ്യുന്നുണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, കാൽക്കുലേറ്റ് ദ ന്യൂ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ് റേഷ്യോ ഓഫ് ദ പാർട്ട്നേഴ്സ്. ന്യൂ ഷെയറിംഗ് റേഷ്യോ എന്താണെന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓൾഡ് റേഷ്യോ എത്രയാണ്? ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് എസ് എൻ. ഓൾഡ് റേഷ്യോ എത്രയാണ്? 5:3 ആണ്.
ഓക്കെ, ഓൾഡ് റേഷ്യോ 5:3 ആണ്. അതിൽ ജെ എന്ന് പറഞ്ഞ ഒരു പുതു പാർട്ണർ പറഞ്ഞിട്ടുണ്ട്. ജെയുടെ റേഷ്യോ എന്ന് പറഞ്ഞത് 3/10 ആണ്. 3/10 ആണ്. ഓക്കെ, 3/10 ആണ്. അത്രയും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ ജെക്ക് കൊടുക്കാനായിട്ട് എസ് സാക്രിഫൈസ് ചെയ്യണ എത്രയാണ്? എസ് ആർന്നിട്ടേക്കാം സാക്രിഫൈസിൻ റേഷ്യോ എന്നുള്ളത്. ഓക്കെ, സാക്രിഫൈസ് എസ് ചെയ്യണ എത്രയാണ്? 1/5 ആണ് എസ് ചെയ്യണത്. അതേപോലെ തന്നെ എൻ എത്രയാണ്? 1/10 എന്നും സാക്രിഫൈസ് ചെയ്യേണ്ടത്. അതും കൂടി ചേർത്തിട്ടാണ് ആർക്ക് കിട്ടണത്? ജെക്ക് 3/10 എന്നുള്ളത് കിട്ടണത്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാനാണ്. എൻ ആർന്നിട്ടേക്കാം. ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാനാണ്. ന്യൂ റേഷ്യോ ആരുടെ ഫസ്റ്റ് കണ്ടുപിടിക്കുക? എസിൻ്റെ കണ്ടുപിടിക്കാം. എസിൻ്റെ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ, അവർ സാക്രിഫൈസ് ചെയ്ത് എന്താണോ അത് മൈനസ് ചെയ്ത് കളയണം അല്ലേ? എസിൻ്റെ ഓൾഡ് ഷെയർ എത്രയാണ്? 5/8 ആണ്. എസിൻ്റെ ഓൾഡ് ഷെയർ 5/8 ആണ്. അതിൽ നിന്ന് എത്രയാണ് എസ് ജെക്ക് പുതു പാർട്ട്ണർക്ക് കൊടുക്കുന്നത്? 1/5 ആണ് അല്ലേ? 1/5 ആണ് പുതു പാർട്ട്ണർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ബാലൻസ് എത്രയുണ്ടാവും? അതിന് നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം? 5/8 മൈനസ് 1/5 എന്ന് പറയുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? 5 × 5 ചെയ്യും. 5 × 5 എന്ന് പറയുമ്പോൾ 25 ആണ്. പിന്നെ മൈനസ് എത്ര വരും? 5 × 5 1 × 8. 1 × 8 8 ആണ്. ഓക്കെ, അപ്പോൾ 25 മൈനസ് 8 വന്നു. അത് ഡിവൈഡഡ് ബൈ 8 × 5. 8 × 5 എത്രയാണ്? 40 ആണ്. അപ്പോൾ എത്ര വരും? ആൻസർ എത്ര വരും? 25 നിന്ന് 8 മൈനസ് ചെയ്താൽ 17/40 വരും. ഓക്കെ, എസിൻ്റെ ന്യൂ ഷെയർ ആണ്. ഓക്കെ, ഇനി എന്നിൻ്റെ ന്യൂ ഷെയർ എന്താണ്? എന്നിൻ്റെ ന്യൂ ഷെയർ എന്താണെന്ന് വെച്ചാൽ എന്നിൻ്റെ ന്യൂ ഷെയർ എത്രയാണ്? 3 ആണ് അല്ലെ? 3/8 ആണ്. എന്നിൻ്റെ ഓൾഡ് ഷെയർ 3/8 ആണ്. എന്നെ സാക്രിഫൈസ് ചെയ്യണത് 1/10 ആണ്. ഓക്കെ, എന്നെ സാക്രിഫൈസ് ചെയ്യണം 1/10 ആണ്. അപ്പം അതിനെ ക്രോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? 10 × 3 വരുമോ? 30 വരും. മൈനസ് 1 × 8 8 ആണ്. ഡിവൈഡഡ് ബൈ 8 × 10 അല്ലേ? 8 × 10 വരും. 8 × 10 വരുമോ? 18 വരും. ഓക്കെ, അപ്പോൾ എത്ര വരും? 30 നിന്ന് 8 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 22/18 കിട്ടും. ഓക്കെ, ഇത് 22/18 എന്നുള്ളത് നമുക്ക് ഇവിടെ എന്താണ്? എസ് എത്രയാണ്? 40 കിടക്കുന്നത്. ഇത് 80 അപ്പോൾ നമുക്ക് ആ 40 വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്യുക അല്ലേ? 22നെ പാതിയാക്കിയ, അതായത് 40 എന്നുള്ളത് എന്താണ്? 80യുടെ പാതിയല്ലേ? അപ്പോൾ 22നെ പാതിയാക്കിയ നമുക്ക് ആ 40 എത്താം. അപ്പോൾ 22നെ പാതി എത്ര? 11/80 എന്നുള്ളത് 40 ആണ്. ഓക്കെ, അപ്പോൾ എന്ന് 40 വന്നു. ഇനി എന്താണുള്ളത്? ജെയുടെ ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്? 3/10 ആണ്. 3/10 ആണ് ജെയുടെ ഷെയർ എന്ന് പറയുന്നത്. 3/10 ആണ്. അതിനെ 40 ആക്കണമെന്നുണ്ടെങ്കിൽ 10നെ 40 ആക്കണമെന്നുണ്ടെങ്കിൽ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യാം? അത് 4 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അതേ 4 കൊണ്ട് തന്നെ 3നെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ 4/4 എന്ന് പറയുന്നത് എത്രയാണ്? 4 × 3 എന്ന് പറഞ്ഞാൽ 12 ആണ്. അതേപോലെ 10 × 4 എന്ന് പറഞ്ഞാൽ 40 ആണ്. ഓക്കെ, അപ്പോൾ പുതിയ ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്? എസ് എൻ ജെയുടെ പുതിയ ഷെയർ ന്യൂ റേഷ്യോ. എസ് എൻ ജെ അതിൻ്റെ പുതു ഷെയർ എന്ന് പറഞ്ഞാൽ 17 11 12 70 11 12 ആണ് പുതു റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതും നമ്മൾ സിമ്പിളായിട്ട് തേർഡ് കണക്കും തീർത്തു. നമുക്ക് 4th വൺ എന്താണ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്? 4th വൺ കൊടുത്തിരിക്കുന്നത് എക്സും വൈയും പാർട്ട്നേഴ്സാണ്. അവരുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 5:4 ആണ്. സെഡ് എന്ന് പറഞ്ഞാൽ പുതിയൊരു പാർട്ട്ണറെ 1/5 ഷെയർ ഓഫ് പ്രോഫിറ്റ് കൊടുത്തവർ ഇൻവൈറ്റ് ചെയ്യുവാണ്. അതിൽ എക്സ് അതിന് സാക്രിഫൈസ് ചെയ്യുന്ന 2/15 ഷെയർ ആണ്. 2/15 എക്സ് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അതേപോലെ വൈ 1/15 ഷെയർ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. ഇസഡ് കൊണ്ടുവരുന്ന ക്യാപിറ്റലായിട്ട് 1,50,000 കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ ഗുഡ് വില്ലായിട്ട് 60,000 കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഗുഡ് വില്ല് നമ്മുടെ ബുക്കിൽ
നമ്മുടെ ബുക്കിലുള്ളത് ഇസഡ് കൊണ്ടുവരുന്നതല്ല, നമ്മുടെ ബുക്കിൽ കാണിച്ചിരിക്കണ 1,65,000 കാണിച്ചിരിക്കുന്നുണ്ട്. എന്താ നമ്മളിവിടെ ചെയ്യാൻ പറഞ്ഞിരിക്കണേ? ഗീവ് നെസസറി ജേണൽ എൻട്രി ഇൻ ദ ബുക്ക് ഓഫ് ദ ഫേം അറ്റ് ദ ടൈം ഓഫ് ഇസഡ് അഡ്മിഷൻ ആൻഡ് ഫൈൻഡ് ഔട്ട് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാണാനും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇസഡിന്റെ അഡ്മിഷന്റെ സമയത്തുള്ള എന്താണ് ജേണൽ എൻട്രീസ് വരക്കാനായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാണാനായിട്ടാണെന്നുണ്ടെങ്കിൽ സിമ്പിളാണ് അല്ലേ? അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് മൈനസ് ചെയ്താൽ മതി. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് എന്താണ് അതിലേക്ക് നമുക്ക് വേണ്ട ജേണൽ എൻട്രീസ് ഇട്ട് നോക്കാം. ഓക്കെ, ജേണൽ എൻട്രീസ് നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഇടാം. ജേണൽ എൻട്രി അല്ലേ നമ്മൾ ചെയ്യാത്തത്, അതുകൊണ്ട് നമുക്ക് ജേണൽ എൻട്രി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ജേണൽ എൻട്രി ഇടാനായിട്ട് ജേണൽ എൻട്രിയുടെ ഫോർമാറ്റ് ഒക്കെ നിങ്ങൾ വരയ്ക്കണേ. ഇനി നമുക്ക് ഇതിന്റെ ജേണൽ എൻട്രീസ് ഫസ്റ്റ് ഇടാം. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ഇടാൻ നേരത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ജേണൽ എൻട്രിയുടെ ഫോർമാറ്റ് വരച്ചു. പർട്ടിക്കുലേഴ്സ്, ലെജർ ഫോളിയോ, ഡെബിറ്റ്, ക്രെഡിറ്റ് എന്ന് വരച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ക്യാപിറ്റൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ? ക്യാപിറ്റൽ കൊണ്ടുവരാൻ നേരത്തേക്ക് നമ്മൾ എന്ത് എൻട്രി ചെയ്യും? ബാങ്ക് അക്കൗണ്ട് ഡെറ്റാർ ടു ബാങ്ക് അക്കൗണ്ട് ആരെ കൊണ്ടുവരുന്നേ? ഇസഡ് ആണ് അല്ലെ? ഇസഡ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഇസഡിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എത്രയാണ് ഇവർ കൊണ്ടുവരുന്നത്? എത്രയാണ്? 1,50,000 ആണ് കൊണ്ടുവരുന്നത്. ഒരു ലെജർ ഫോൾഡ് എഴുതാണ്, സോറി. ഡെബിറ്റില് 1,50,000, ക്രെഡിറ്റിൽ എത്രയാണ്? 1,50,000. ഓക്കെ, എന്താണ് എഴുതേണ്ടത്? ബീയിങ് ദ എമൗണ്ട് ബ്രോട്ട് ആസ് ക്യാപിറ്റൽ. നരേഷൻ ഇതിൽ മാത്രം എഴുതുക, ബാക്കി നിങ്ങൾ എഴുതണേ. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത്? ഗുഡ്വില് കൊണ്ടുവരേണ്ടെന്ന് പറഞ്ഞു. ഗുഡ്വിൽ എത്രയാണ്? 60,000 എടുത്തിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഗുഡ്വിലും അതേപോലെ തന്നെ എഴുതുക, അല്ലെങ്കിൽ രണ്ടിനും ഒരേ എൻട്രി എടുത്താലും മതി. ഓക്കെ, ഞാനിപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നിങ്ങളിങ്ങനെ എഴുതി കാണിക്കുന്നതേ ഉള്ളൂ. നമ്മൾ എഴുതുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ടു ഇസഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ഗുഡ്വിൽ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി എളുപ്പമാവും. ഗുഡ്വിൽ അക്കൗണ്ട് എത്രയാണ് കൊണ്ടുവരുന്നത്? 60,000 ആണ് എടുത്തിട്ട് വരണം അല്ലെ? ഗുഡ്വില്ലായിട്ട് അതും അതേ സെയിം ആയിട്ട് എന്താണ്? ക്യാപിറ്റലിന് പകരം ഗുഡ്വില്ലായിട്ട് എഴുതുക. ഗുഡ്വില്ലായിട്ട് എഴുതാം. ഇനി മൂന്നാമത് എന്താ ചെയ്യണത്? ആ ഗുഡ്വില് നമുക്ക് എന്ത് ചെയ്യണം? ആ ഗുഡ്വില് നമുക്ക് ഓൾഡ് പാർട്ട്നേഴ്സിന് സാക്രിഫൈസ് റേഷ്യോയില് വിഭജിച്ചു കൊടുക്കണം. ഗുഡ്വില് ഓൾഡ് പാർട്ട്നേഴ്സിന് സാക്രിഫൈസ് റേഷ്യോയില് വിഭജിച്ചു കൊടുക്കണം. എന്തുകൊണ്ടാണ്? ആ പുതു പാർട്ട്ണർ വരുമ്പോൾ സാക്രിഫൈസ് ചെയ്യേണ്ടവര് അല്ലെ? അവരുടെ നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പൊ ആ സാക്രിഫൈസിന് കുറച്ചൊരു ശമനം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗുഡ്വില്ലിന് നമ്മൾ എന്ത് ചെയ്യും? അത് ഓൾഡ് പാർട്ട്നേഴ്സിന് വിഭജിച്ചു കൊടുക്കും. ഇപ്പൊ ഗുഡ്വിൽ എവിടെ കിടക്കണം? ക്രെഡിറ്റ് ആണ്. അപ്പൊ വിഭജിച്ചെടുക്കണമെങ്കിൽ അതിന് എന്ത് ചെയ്യണം? ഡെബിറ്റിലേക്ക് ആക്കണം. ഗുഡ്വിൽ അക്കൗണ്ട് ടു ആരാണ്? ഓൾഡ് പാർട്ട്നേഴ്സ്? എക്സ് വൈയും ആണ് ഓൾഡ് പാർട്ട്നേഴ്സ്. അപ്പൊ എന്ത് ചെയ്യണം? എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ഗുഡ്വിൽ എത്രയെന്ന് പറഞ്ഞ 60,000 ആണ്. നമ്മള് എക്സിന് വിഭജിച്ചു കൊടുക്കുന്നത് ഏത് റേഷ്യോയിലാണ്? സാക്രിഫൈസ് റേഷ്യോ ആണ്. സാക്രിഫൈസ് റേഷ്യോ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടോ? ഇല്ല. പക്ഷെ എന്താണ് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്? എക്സ് എത്രയാണ് സാക്രിഫൈസ് ചെയ്യുന്നത്? 2 ആണ്. 2/15 ആണ്. വൈ എത്രയാണ് സാക്രിഫൈസ് ചെയ്യണം? 1/15 ആണ്. അപ്പൊ അതിന്റെ സാക്രിഫൈസ് റേഷ്യോ എത്രയാണ്? എക്സിന്റെ 2ഉം വൈയുടെ 1ഉം ആണ് അല്ലെ? അപ്പൊ എക്സിന്റെ 2 ആവാൻ നേരത്തേക്കും അതെന്താണ്? 60,000 ഇൻറ്റു 2/3. ഓക്കെ, 40,000 വരും. അതേപോലെ തന്നെ
ഇവിടെ 60,000ന്റെ 1/3. ഓക്കെ, 20,000 വരും. ഇതാണ് ഗുഡ്വില് ഓൾഡ് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കണം. ഓക്കെ, goodwill transfer to old partners in their sacrificing ratio. Okay, sacrificing ratio അത് വീതിച്ചു കൊടുത്തു. അപ്പൊ ഗുഡ്വില്ലും കഴിഞ്ഞു. ഇനി പിന്നെ എന്താ പറഞ്ഞിരിക്കണേ? ഇനി പിന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഗുഡ്വില് നമ്മൾ വീതിച്ചു, അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പറയണേണ് എന്ത് ചെയ്യണം, നമുക്ക് ബുക്കിൽ ഗുഡ്വില് കാണിക്കുന്നുണ്ടെന്ന്. ആ ഗുഡ്വില് നമുക്കൊന്നും പറഞ്ഞില്ലെങ്കിൽ അത് എന്ത് ചെയ്യണം, റൈറ്റ് ഓഫ് ചെയ്യണം. റൈറ്റ് ഓഫ് ചെയ്യണ ആർക്കാണ്? ഓൾഡ് പാർട്ട്നേഴ്സിന് അല്ലെ? ഓൾഡ് പാർട്ട്നേഴ്സിന് നമ്മൾ കൊടുത്തേ പറ്റും. ഓൾഡ് പാർട്ട്നേഴ്സിന് നമ്മൾ കൊടുക്കണം. ഓൾഡ് പാർട്ട്നേഴ്സിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഗുഡ്വില് എന്തായിട്ടായിരിക്കുള്ളൂ? ഗുഡ്വില് നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സ് അക്കൗണ്ടന്റ് ആയിട്ട് ഗുഡ്വിൽ എന്ന് പറഞ്ഞ് ഓൾഡ് പാർട്ട്നേഴ്സിന് കൊടുക്കണം. അതെങ്ങനെയാണ്? അത് നമ്മൾ ഏത് റേഷ്യോയിലാണ്? നമുക്ക് 5:4 എന്നുള്ള റേഷ്യോയില്, ഓൾഡ് റേഷ്യോയില് ഓൾഡ് പാർട്ട്നേഴ്സിന് 1,65,000 എന്നുള്ള ഗുഡ്വില് ഭാഗിച്ചു കൊടുക്കണം. അപ്പൊ എന്താണ്? എസ് ക്യാപിറ്റൽ അക്കൗണ്ടന്റ് ആയിട്ട് വൈ ക്യാപിറ്റൽ അക്കൗണ്ടന്റ് ആയിട്ട് ഗുഡ്വിൽ അക്കൗണ്ട്. ഓക്കെ, ഗുഡ്വിൽ എത്രയാണ്? 1,65,000 ആണ്. ഓക്കെ, അതിനി വീതിച്ചു കൊടുക്കേണ്ടതാണ് 5:4 എന്നുള്ള ഓൾഡ് റേഷ്യോയിലാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 1,65,000 ഇൻറ്റു 5/9. ഓക്കെ, അതിനെ റൗണ്ട് ഓഫ് ചെയ്തെടുക്കാം. ഇനി അതേപോലെ തന്നെ എന്ത് ചെയ്യണം? 1,65,000 into 4, 5:4 അല്ലേ ഓൾഡ് റേഷ്യോ, 4/9. അതിന് ഇതേപോലെ തന്നെ റൗണ്ട് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പൊ എത്ര വരും? ടോട്ടൽ കറക്റ്റ് ആവുന്നുണ്ടോ? ഓക്കെ, 1,65,000 വരുന്നുണ്ട്. അപ്പൊ എന്താണ്? ബുക്കിലുള്ള ഗുഡ്വില്ലിനെ നമ്മൾ എന്ത് ചെയ്തു? ഓൾഡ് പാർട്ട്നേഴ്സിന് റൈറ്റ് ഓഫ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്, അവർ പറഞ്ഞ ജേർണൽ എൻട്രി അല്ല, എല്ലാ കാര്യങ്ങളും ജേർണൽ എൻട്രിയിലായി. പിന്നെ അവരെന്താ പറഞ്ഞിരിക്കുന്നത്? ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കാനാണ്. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം ഓൾഡ് റേഷ്യോ എന്നുള്ളത് എന്താണ്? എക്സിന് വൈക്ക്. എക്സിന് എത്രയാണ്? ഓൾഡ് റേഷ്യോ 5 ആണ്, ഇതിന് 4 ആണ്. ഓക്കെ, ന്യൂ റേഷ്യോ കാണാനാണെന്നുണ്ടെങ്കിൽ എക്സിന്റെ എത്രയാണ്? 5/4, 5/9. 5/9 എക്സിന് 5/9. അതിൽ നിന്ന് എക്സ് എത്രയാണ് കൊടുക്കണത്? എക്സ് കൊടുക്കണത് 2/15 ആണ്. ആർക്ക് കൊടുക്കണം? പുതു പാർട്ട്ണർക്ക് കൊടുക്കണം അല്ലെ? അപ്പൊ ആ 2/15 നമുക്ക് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഓക്കെ, എക്സ് കൊടുക്കണം 2/15 നമുക്ക് മൈനസ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? അപ്പൊ ഇങ്ങനെ കിട്ടുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ? എങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണത്? 15 × 5. 15 × 5 എന്ന് പറയുമ്പോൾ എത്ര വരും? 75 വരും. ഓക്കെ, 75 മൈനസ് ഇനി എത്രയാണ്? 9 × 2 അല്ലെ? 9 × 2 18. ഡിവൈഡഡ് ബൈ 15 × 9. 15 × 9 എത്രയാണ് പറഞ്ഞേ? 135. ഓക്കെ, അപ്പൊ അത് ചെയ്യുമ്പോൾ എത്ര വരും? 75 മൈനസ് 18. 75 മൈനസ് 18 57. എത്ര വരും? 57. 57/135 എന്ന് വരും. ഓക്കെ, ഇനി ഇത് ആരുടെയാണ്? ഇത് എക്സിന്റെ ആണ്. ഇനി വൈയുടെ കാണണം. വൈയുടെ കാണാൻ നേരത്തെ എത്രയാണ്? 4/9 ആണ്. 4/9 മൈനസ് എത്ര? വൈ എത്ര സാക്രിഫൈസ് ചെയ്യണേ? 1/15 ആണ്. ഓക്കെ, 1/15 ആണ്. അപ്പൊ അത് വരാൻ നേരത്തേക്കും അതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ,
4/9 മൈനസ് 1/50 എന്നുള്ളത് ക്രോസ് മൾട്ടിപ്ലൈ 15 ഇൻറ്റു 4. 15 ഇൻറ്റു 4 എത്ര വരും? 60. ഓക്കെ, 60 മൈനസ് എത്ര വരും? 1 ഇൻറ്റു 9. 1 ഇൻറ്റു 9 എന്ന് പറഞ്ഞാൽ 9 തന്നെ, ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു 9. 15 ഇൻറ്റു 9 അവിടെ കൊടുത്ത പോലെ തന്നെ 135. ഓക്കെ, അപ്പോൾ 60ന്ന് 9 മൈനസ് ചെയ്താൽ 51. 51 ഡിവൈഡഡ് ബൈ 135. ഓക്കെ, ഇനി ഇതിന് നമുക്ക് ചെറുതാക്കാൻ പറ്റില്ലേ? 57നെയും 51നെയും നമുക്ക് എന്തുകൊണ്ട് ചെയ്യാം? ഒരേപോലെ ചെയ്യാനാണെങ്കിൽ, ചെറുതാക്കാനാണെങ്കിൽ 57നെയും 51 ഏതാവാം? അതിന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ 57 ഡിവൈഡഡ് ബൈ 3 ഇട്ടിട്ടുണ്ടെങ്കിൽ 19 കിട്ടും. 51 ഡിവൈഡഡ് ബൈ 3 ഇട്ടിട്ടുണ്ടെങ്കിൽ 17 കിട്ടും. ഓക്കെ, അപ്പോൾ എക്സിന് 19ഉം വൈക്ക് 17ഉം ആയി. ഇനി സെഡ് എന്നുള്ള ന്യൂ പാർട്ട്ണർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ? സെഡ് എന്നുള്ള ന്യൂ പാർട്ട്ണറിന്റെ ഇതെന്താണ്? എത്രയാണ്? 1/5 ആണ്. ആ 1/5 എന്നുള്ളത് അപ്പൊ ഇവിടെ എത്രയാണ്? 19 ആണ്. 19 ഇത് 135നെ നമ്മൾ ഡിവൈഡ് ചെയ്തു അല്ലെ? 130നെ അതേ 3 കൊണ്ട് തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യണം. ആ 135നെ നമ്മൾ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ആ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടും 45 കിട്ടും അല്ലെ? അപ്പൊ 19/45 ആണ് കിട്ടുന്നത്. 19/45 17/45 ആണ് കിട്ടുന്നത്. ഓക്കെ, 17/45. ഓക്കെ, അപ്പൊ സിയുടെ ഇതെന്താണ്? സിക്ക് എത്ര, ഇസഡിന് എത്ര ഉള്ളത്? 1/5 ആണ് പറഞ്ഞത്. 1/5 ആണ് പറഞ്ഞത്. ആ 1/5 ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ 45 ആക്കണമെങ്കിൽ ആ 5നെ എത്ര കൊണ്ട് ഇതാ ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ മുകളിലും 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എത്ര വരും? 1 ഇൻറ്റു 9 9 വരും. ഓക്കെ, 1 ഇൻറ്റു 9 9 വരും. അതേപോലെ തന്നെ ഇവിടെ 45 വരും. ഓക്കെ, അപ്പൊ XYZന്റെ ന്യൂ ഷെയർ എന്ന് പറയുന്നത്, ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് എക്സിന്റെ എത്രയാണ്? 19 ആണ്. 19 വൈന്റെ 17 ഇവിടെ 9 ആണ്. ഓക്കെ, ഇതാണ് ന്യൂ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 4th പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നോക്കാം. ഇനി 5th പ്രോബ്ലം എന്താ പറയണെന്ന് വെച്ചാൽ എക്സ് ആൻഡ് വൈ ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് എത്രയാണ്? 5:3 ആണ്. അവരെന്ത് ചെയ്തു? ഇസഡിനെ 1/5 ഷെയർ ഓഫ് പ്രോഫിറ്റ് ആയിട്ട് പുതു പാർട്ണറായിട്ട് അഡ്മിറ്റ് ചെയ്തു. അവർ ക്യാപിറ്റൽ എത്രയാണ്? 80,000 കൊണ്ടുവന്നു. പക്ഷേ എന്താണ്? ഗുഡ്വിൽ ഒന്നും തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തില്ല എന്നാണ് പറയണത്. ഗുഡ്വിൽ പക്ഷേ വാല്യൂ എത്രയാണ്? 60,000 ആണ്. പക്ഷേ ഗുഡ്വിൽ ഒന്നും കൊണ്ടുവന്നില്ല. ഓക്കെ, പിന്നെന്താണ്? ക്യാപിറ്റൽ ഓഫ് ദ പാർട്ട്നേഴ്സ് ആർ ഫിക്സ്ഡ്. ഓക്കെ, നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ ആദ്യത്തെ ക്ലാസ്സിൽ, ഫസ്റ്റ് ക്ലാസ്സിൽ എന്താണ്? ക്യാപിറ്റൽ ഫിക്സ്ഡ് കൊണ്ട് ഫ്ലക്ച്വേറ്റിംഗ് ഉണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ട്. ക്യാപിറ്റൽ എന്താണ്? ഫിക്സ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ മെത്തേഡ് തന്നെ ഉപയോഗിക്കണം. അതിനാണ് നമ്മൾ ആ ഇൻട്രൊഡക്ഷൻ വീഡിയോ കാണണമെന്ന് പറയണം. ഇനി എന്താണ്? ഓൾ അഡ്ജസ്റ്റ്മെന്റ് ആർ ടു ബി മെയ്ഡ് ത്രൂ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്. ബാലൻസ് എല്ലാ അഡ്ജസ്റ്റ്മെന്റ് എന്നാണ് കറണ്ട് അക്കൗണ്ടിലൂടെയാണ് നടത്തുന്നത്. ഓക്കെ, അതിൻ്റെ ബാലൻസ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. ലൈബിലിറ്റി അസറ്റ് സൈഡിൽ പ്ലാന്റ്, മെഷീനറി, ഇൻവെസ്റ്റ്മെന്റ്, സൺഡേ ഡെറ്റേഴ്സ്, സ്റ്റോക്ക് ആൻഡ് ട്രേഡ്, ബാങ്ക്. ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്, ജനറൽ റിസർവ്, സൺഡേ ഡെറ്റേഴ്സ്. നമ്മൾ പറഞ്ഞു ഇന്നലത്തെ ആ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു എന്താണ് ജനറൽ റിസർവ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അതെടുത്ത് റൈറ്റ് ഓഫ് ചെയ്തേക്കണം. എന്തെങ്കിലും അവിടെ നിലനിർത്തിക്കോ, ജനറൽ റിസർവിനെ റൈറ്റ് ഓഫ് ചെയ്യേണ്ട, അത് അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യണം? റൈറ്റ് ഓഫ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ അതിന് എന്ത് ചെയ്യണം? അത് പുതു പാർട്ട്നേഴ്സിന് പുതു റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട് കാണിക്കണം. ഓക്കെ, അതാണ് നമ്മൾ ഇന്നലെ പഠിച്ചത് ജനറൽ റിസർവിൻ്റെ ഇത്. ഇനി അതിൻ്റെ അഡീഷണൽ ഇൻഫോർമേഷൻ എന്താണ്? പ്ലാന്റ് ആൻഡ് മെഷീനറി എന്നുള്ളത് വാല്യൂ ചെയ്തിരിക്കുന്നത് 46,000 ആണ്. അതായത് പ്ലാന്റ് ആൻഡ് മെഷീനറി എത്രയാണ്? 50,000 ഉള്ളത്. അത് കുറച്ചാണ് വാല്യൂ ചെയ്തിരിക്കുന്നത് അല്ലേ? റീവാലുവേഷൻ കുറച്ചാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് ഇടണം. സ്റ്റോക്ക് ആണെങ്കിലോ സ്റ്റോക്ക്
90,000 ഉണ്ടായിരുന്നത് 96,000 ആയിട്ടാണ് വാല്യൂ ചെയ്തിരിക്കുന്നത്. അതായത് സ്റ്റോക്ക് എന്താണ് കൂടുതലാണ് അല്ലേ, വാല്യൂ ചെയ്തപ്പോൾ അതിൻ്റെ എമൗണ്ട് കൂടുതലായി. അപ്പോൾ സ്റ്റോക്കിന് എന്ത് ചെയ്യണം, റിവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് കാണിക്കണം. ക്രെഡിറ്റേഴ്സ് വൺ ക്രെഡിറ്റർ ഫോർ 6,000 ഈസ് ഡെറ്റ് ആൻഡ് നത്തിങ് ഈസ് ലൈക്ലി ടു ബി പെയ്ഡ് ഓൺ ഹിസ് അക്കൗണ്ട്. ക്രെഡിറ്റർ എന്നുള്ളത് ഒരു 6,000 ഇനി നമുക്ക് കിട്ടില്ല എന്നുള്ളത് ഉറപ്പായി. ആ ക്രെഡിറ്റർ കിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ അതെന്ത് ചെയ്യണം, നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഏത് സൈഡ് കാണിക്കണം, ക്രെഡിറ്റ് സൈഡ് കാണിക്കണം. ഓക്കെ. ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് ആർ ടു ബി പ്രൊപ്പോർഷണലി അഡ്ജസ്റ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇസഡ് ക്യാപിറ്റൽ. നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഏത് ക്യാപിറ്റലിൻ്റെ ആരുടെ ബേസിസിലാണ്, ഇസഡ് ക്യാപിറ്റലിൻ്റെ ബേസിസിലാണെന്ന്. ആൻഡ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ത്രൂ കറണ്ട് അക്കൗണ്ട്, ഷെയർ ഓഫ് പ്രോഫിറ്റ് കറണ്ട് അക്കൗണ്ട് വഴിയാണ്. അപ്പോൾ ഇസഡ് ക്യാപിറ്റൽ എന്താണോ അതിൻ്റെ ബേസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്യാപിറ്റൽ അക്കൗണ്ട് എടുക്കേണ്ടത്. അത് ഒരു എപ്പോഴും മിക്കവാറും ചോദിക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ. ഇനി പാർട്ട്ണർ ഡിസൈഡഡ് ടു മെയിൻറ്റെയിൻ ജനറൽ റിസർവ് ഇൻ ദ ബുക്ക് ഓഫ് ദി ഫേം. എന്താണ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ റൈറ്റ് ഓഫ് ചെയ്യണം. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് കൊണ്ടുവന്ന് എന്ത് ചെയ്യണം, ന്യൂ പാർട്ട്നേഴ്സിന് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അതാണ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഉദ്ദേശിക്കണം. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഫസ്റ്റ് അതിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ നമുക്ക് എന്താണ്, നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോസ് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ, എപ്പോഴും ഉള്ള പോലെ തന്നെ. അതിൽ നമുക്ക് ഇവിടെ തന്നെ ഒരു വർക്കിംഗ് നോട്ടായിട്ട് ഇടാം. അതിൻ്റെ ഓൾഡ് റേഷ്യോ എന്താണ്, ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് എക്സ് വൈ. ഓക്കെ. എക്സിൻ്റെ വൈൻ്റെ ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് എത്ര, 5ഉം 3ഉം ആണ്. ഓക്കെ. ഇസഡ് എന്ന് പറഞ്ഞാൽ പുതിയൊരു പാർട്ട്ണർ വന്നു, അവർ വന്നത് എത്രയാണ്, 1/5 ഷെയർ ആയിട്ടാണ് സെഡ് വന്നിരിക്കുന്നത്. ഓക്കെ. അത്രയും നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടി. ഓക്കെ. അത്രയും നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടി. അപ്പോൾ ഓൾഡ് റേഷ്യോ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ന്യൂ റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പോൾ 1/5 ഷെയർ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/5 ആർക്കുള്ളതാണ്, സെഡിനുള്ളതാണ്. അത് മനസ്സിലായി. അതിൽ നിന്ന് ബാലൻസ് ഉള്ളവർക്കുള്ള ഷെയർ എത്രയെന്ന് മനസ്സിലാക്കണം. അതിനാണ് 1 മൈനസ് 1/5 എന്ന് എടുക്കേണ്ടത്. എങ്ങനെ എടുക്കേണ്ടത്, 1 മൈനസ് 1/5 എന്ന് എടുക്കണം. അപ്പോൾ അതിന് എത്ര കിട്ടും, 5ൽ നിന്ന് 1 പോയിട്ടുണ്ടെങ്കിൽ 4/5 എന്ന് കിട്ടും. എത്ര കിട്ടും, 4/5 ആണ് ബാലൻസ് എല്ലാവർക്കും ഉള്ളതെന്ന് കിട്ടി. ഓക്കെ. ഇനി അതിന് ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എക്സിൻ്റെ എന്ത് എഴുതണം, ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് എക്സിൻ്റെ നമ്മൾ എങ്ങനെ എടുക്കണം, എക്സിൻ്റെ ഓൾഡ് റേഷ്യോ എന്താണ്, ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 5/8 ആണ് അല്ലേ. ഓൾഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 5/8 ആണ്. അത് ഇൻറ്റു ഇപ്പോൾ എത്രയുണ്ട്, 1/5 സെഡിന് പോയതിന് ശേഷം എത്രയുണ്ട്, 4/5 ഉണ്ട്. ഓക്കെ. അത് ഇൻറ്റു ചെയ്യാൻ നേരത്തെ എന്ത് വരും, 5 × 4 എന്ന് പറയുമ്പോൾ 20 വരും. അതേപോലെയാണ് 8 × 5 എന്ന് വെച്ചാൽ 40 വരും. ഓക്കെ. ഇനി അതേപോലെ തന്നെ എന്താണ്, വൈയുടെ നോക്കാം. വൈയുടെ നോക്കാൻ നേരത്ത് 3/8 ഇൻറ്റു എത്രയാണ്, 4/5. 4 × 3 എന്ന് പറയുമ്പോൾ എത്രയാണ്, 12 വരും. 8 × 5 40. ഓക്കെ. എക്സിൻ്റെയും വൈയുടെയും ആ ഒരു ഷെയർ കിട്ടി. ഇനി സെഡിന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെഡിന് എത്രയാണ്, സെഡിന് 1/5 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. സെഡിന് 1/5 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് അത് എന്താ 40ലേക്ക് വരാനായിട്ട്, സെഡിന് 40ലേക്ക് 5-ലേക്ക് കിടക്കണേ, അതേപോലെ തന്നെ 40ലേക്ക് ആവാൻ വേണ്ടി എത്രയും കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അത് തന്നെ 1നെയും 8 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അത് തന്നെ 1നെയും എന്ത് ചെയ്യണം, 8 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഓക്കെ. അപ്പോൾ എത്ര വരും, 8 / 40. ഓക്കെ. 8 / 40. ഇനി നമുക്ക് അതിനെ വേണമെന്നുണ്ടെങ്കിൽ ചെറുതാക്കാം. എന്താണ് ഇപ്പോൾ ഉള്ളത്, എന്താണ് 20:12:8 എന്നാണ് ഉള്ളത് അല്ലേ. ഇത് നമ്മൾ ചെറുതാക്കുവാണെങ്കിൽ എന്ത് ചെയ്യും, എല്ലാത്തിനെയും കൂടി ചെറുതാക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 4 കൊണ്ട് അല്ലേ. 4 കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ 2 കൊണ്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ. നമുക്ക് എന്തോരം ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കാം, അതാണ് ഉദ്ദേശം. ഓക്കെ. 4 കൊണ്ട് ചെയ്യുവാണെങ്കിൽ എന്ത് വരും, 5:3:2. 5:3:2 എന്നുള്ളതാണ് എന്തായിട്ട് വന്നത്, ന്യൂ റേഷ്യോ ആയിട്ട് വന്നത്. 5:3:2 ആണ് ന്യൂ റേഷ്യോ ആയിട്ട് വന്നത്. അതിനെ ചെറുതാക്കിയപ്പോൾ ആ ഒരു ഫിഗർ കിട്ടി. ഓക്കെ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ന്യൂ റേഷ്യോ കണ്ടുപിടിച്ചു. സാക്രിഫൈസ് റേഷ്യോ
ഓക്കെ, അപ്പൊ ഇനി സാക്രിഫൈസിങ് റേഷ്യോ നമുക്ക് കാണണ്ടേ അല്ലെ? സാക്രിഫൈസിങ് റേഷ്യോ കാണണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇത്? ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആണ് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ന്യൂ റേഷ്യോ എന്ന് എഴുതിയേക്കാം. ഓക്കെ, ഇനി സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ഓൾഡ് മൈനസ് ന്യൂ ആണ്. ഓക്കെ, ഓൾഡ് എന്താണ്? ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് എക്സിന്റെ ഓൾഡ് റേഷ്യോ എന്ന് വെച്ചാൽ 5/8 അല്ലേ? എക്സിന് 5/8 മൈനസ് ന്യൂ റേഷ്യോ എത്രയാണ്? 5/10. അപ്പൊ എന്ത് വരും? അതിന് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ? 5 × 10 വരാൻ നേരത്തേക്കും 50 വരും, മൈനസ് 8 × 5 40 ഡിവൈഡഡ് ബൈ 10 × 8 80. അപ്പൊ 50 മൈനസ് 40 എന്ന് പറഞ്ഞാൽ 10 ആണ്. 10/80. ഓക്കെ, ഇനി y ആണെന്നുണ്ടെങ്കിൽ എന്താണ്? yക്ക് എത്രയാണ്? 3/8 ആണ് ഓൾഡ് റേഷ്യോ, മൈനസ് ന്യൂ റേഷ്യോ എത്രയാണ്? 3/10. എന്ത് വരും? അപ്പോ നമ്മൾ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്താണ്? 10 × 3 30 മൈനസ് 8 × 3 24 ഡിവൈഡഡ് ബൈ 10 × 8 80. അപ്പൊ എത്ര വരും? 6 ഡിവൈഡഡ് ബൈ 80. 6 ഡിവൈഡഡ് ബൈ 80. ഓക്കെ, അപ്പൊ സാക്രിഫൈസ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? സാക്രിഫൈസ് റേഷ്യോ എന്ന് പറയുന്നത് 10:6. ഓക്കെ, സാക്രിഫൈസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 10:6. ഓക്കെ, അപ്പൊ ന്യൂ റേഷ്യോ കണ്ടുപിടിച്ച് നമ്മൾ സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമ്മൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇനി നമുക്ക് ഇതിൽ എന്താ പറഞ്ഞിരിക്കണേ? റിവാലുവേഷൻ അക്കൗണ്ട് എന്തായാലും പ്രിപ്പയർ ചെയ്യണം. അത് ഓക്കെ. ക്യാപിറ്റൽ അക്കൗണ്ട് അതിന്റെ ബേസിൽ എടുക്കണം അല്ലെ? ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇസഡ് ക്യാപിറ്റൽ അക്കൗണ്ട് അതിന്റെ പ്രൊപ്പോർഷൻ അനുസരിച്ച് എടുക്കണം. ഓക്കെ, അത് ഇരിക്കട്ടെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? റീവാലുവേഷൻ അക്കൗണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റീവാലുവേഷൻ അക്കൗണ്ട് വരച്ചിട്ട് വരാം. നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. റീവാലുവേഷൻ അക്കൗണ്ടിൽ ഫസ്റ്റ് നമ്മളുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? പ്ലാന്റ് ആൻഡ് മെഷീനറി 46,000 എന്നാണ് അല്ലെ? ബാലൻസ് ഷീറ്റിലുള്ള പ്ലാന്റ് ആൻഡ് മെഷീനറി എത്രയെന്ന് നോക്കാം. എത്രയാണ്? 50,000 ആണ്. അപ്പൊ അതിന്റെ വാല്യൂ എന്ത് ചെയ്തു? വാല്യൂ കുറയുകയാണ് ചെയ്തത്. ഓക്കെ ഓക്കെ, അപ്പൊ റീവാലുവേഷൻ അക്കൗണ്ടിന് എങ്ങോട്ട് പോകണം? അതിന്റെ ഡെബിറ്റിലോട്ട് പോകണം. ഓക്കെ, ടു പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറഞ്ഞിട്ട് റീവാല്യൂ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതണം. എത്രയാണ്? 46,000. അവിടെ എത്ര ഉണ്ടായിരുന്നു? 50,000 ഉണ്ടായിരുന്നു. അപ്പൊ എത്രയാണ്? 4,000 അവിടെ വാല്യൂ കുറഞ്ഞു. രണ്ടാമത്തെ എന്താണ്? 96,000 ആണ്. സ്റ്റോക്ക് 96,000. സ്റ്റോക്ക് എത്ര ഉണ്ടായിരുന്നു? 90,000 ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്താ? ബൈ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് എത്ര കൂടിയിട്ടുണ്ട്? 6,000 കൂടിയിട്ടുണ്ട്. 6,000 ഇടുക. ഓക്കെ, അടുത്ത എന്താണ് പറഞ്ഞിരിക്കുന്നത്? ക്രെഡിറ്റേഴ്സ് എന്താണ്? 6,000 ഇനി നമുക്ക് കിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതെടുത്ത് എന്ത് ചെയ്യാം? ബൈ ക്രെഡിറ്റേഴ്സ് എത്രയാണ്? 6,000 അല്ലെ? അത് കിട്ടില്ല എന്ന് തന്നെ പറഞ്ഞു. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറൊന്നും ഇതിൽ പറയണില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ നമുക്ക് ബാലൻസ് ചെയ്യാം. ടോട്ടൽ എത്ര വരും? ഇവിടെ 12,000 വരും. 12,000 നിന്ന് ഇത് വരാൻ നേരത്തേക്ക് എന്താണ്? എന്ത് വരും? ടു റിവാലുവേഷൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് എന്തിലേക്ക് ചെയ്യാം? പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് അല്ലേ? പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യണം? കറണ്ട് അക്കൗണ്ടിലേക്ക് മാറ്റണം. ഓക്കെ, കറണ്ട് അക്കൗണ്ടിലേക്ക് മാറ്റാൻ നേരത്തെ എന്താണ്?
എക്സിൻ്റെ കറണ്ട് അക്കൗണ്ട്. എക്സിൻ്റെ കറണ്ട് അക്കൗണ്ടിലേക്ക് എത്രയായിട്ടാണ് മാറ്റേണ്ടത്? 5:3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവരുടെ ഓൾഡ് റേഷ്യോയിൽ മാറ്റണം. 5:3 എന്നുള്ള റേഷ്യോയിൽ മാറ്റണം. ഓക്കെ, ഓൾഡ് റേഷ്യോയിൽ മാറ്റാൻ നേരത്തേക്ക് എത്ര വരും? 12,000 നിന്ന് 4,000 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര വരും? 8,000 വരും. ആ 8,000 ഇൻറ്റു എത്രയാണ്? 5/8 5,000 വരും. അതേപോലെ തന്നെ എന്താണ് വൈസ് കറണ്ട് അക്കൗണ്ട്. വൈസ് കറണ്ട് അക്കൗണ്ട് എത്രയാണ്? 8,000 ഇൻറ്റു 3/8 അല്ലേ, 3,000 വരും. അത് അതേപോലെ തന്നെ എടുത്തെഴുതിയ ഇവിടെ 8,000, ഇവിടെ എത്ര വരും? 12,000. ഓക്കെ, അപ്പോൾ നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ട് കിട്ടി. ഇനി റീവാലുവേഷൻ അക്കൗണ്ട് കിട്ടിക്കഴിഞ്ഞ് ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും ചെയ്യണം. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട് എന്നിട്ട് വേണം ഇസഡിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ പ്രൊപ്പോർഷനിൽ വേണം അത് ചെയ്തു കൊടുക്കാനായിട്ട്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഫസ്റ്റ് ബാലൻസ് എന്താണ്? ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞാൽ 80,000 60,000 ആണ് ക്യാപിറ്റൽ അക്കൗണ്ട് ഫസ്റ്റ് വരക്കേണ്ടത്. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട് ബൈ ബാലൻസ് ബ്രോ ഡൗൺ എത്രയാണെന്ന് പറഞ്ഞാൽ 80,000 60,000 അല്ലേ, 80,000 60,000. ഇനി ഇസഡ് ക്യാപിറ്റൽ കൊണ്ടുവന്നു പറഞ്ഞു. എത്രയാണ് കൊണ്ടുവന്നു പറഞ്ഞേ? ഇസഡ് 80,000 ക്യാപിറ്റൽ കൊണ്ടുവന്നു, പക്ഷെ ഇതൊന്നും കൊണ്ടുവന്നില്ല, ഗുഡ്വിൽ ഒന്നും കൊണ്ടുവന്നില്ല. 80,000 ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സെഡിൻ്റെ ക്യാപിറ്റൽ എഴുതണം ബൈ ബാങ്ക് അല്ലേ, ഇസഡ്സ് ക്യാപിറ്റൽ. ഇസഡ് എത്രയാണ്? 80,000. ഓക്കെ, ഇനി നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് ഇസഡിന്റെ ക്യാപിറ്റലിന്റെ ബേസിസിലാണ് ഇതിന്റെ ഇവിടെ ഇത് അഡ്ജസ്റ്റ്മെന്റ് കണ്ടോ? ക്യാപിറ്റൽ അക്കൗണ്ട് ആർ ടു ബി പ്രൊപ്പോർഷനേറ്റ്ലി അഡ്ജസ്റ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇസഡ് ക്യാപിറ്റൽ. ഇസഡിന്റെ ക്യാപിറ്റലിന്റെ ബേസിസിലാണ് എന്ത് ചെയ്യേണ്ടത്? ബാലൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് എല്ലാം എന്ത് ചെയ്യണം? പ്രൊപ്പോർഷനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇസഡിന്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 80,000 ആണ്. 80,000 എന്ന് പറയുന്നത് എത്ര ഷെയറിലാണ് 80,000 എന്ന് പറയുന്നത്? ഇസഡ് എത്രയാണ് കൊണ്ടുവരുന്നത്? 1/5 ഷെയർ ആണ് ഇസഡ് കൊണ്ടുവരുന്നത് അല്ലേ. 80,000 എന്ന് പറയുന്നത് എത്രയാണ്? 1/5 ഷെയർ ആണ് ഇസഡ് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ഫുൾ ഷെയർ എത്രയാണ്? 1/5 ഷെയർ ആണ് 80,000. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫുൾ ഷെയർ എത്രയാണ്? ഫുൾ ഷെയർ എത്രയെന്ന് അറിയാനായിട്ട് 80,000 ഇൻറ്റു 5/1 എടുക്കാം. ഓക്കെ, 5/1 എടുക്കാൻ നേരത്തേക്ക് നമുക്ക് എത്ര കിട്ടും? 80,000 ഇൻറ്റു 5 എടുക്കാൻ നേരത്തെ 4 lakh കിട്ടും. ഓക്കെ, എത്ര കിട്ടും? 4 lakh കിട്ടും. 4 lakh ആണ് എന്ത് പറയണത്? ഫുൾ ഷെയർ ആയിട്ട് പറയണത്. 4 lakh ആണ് ഫുൾ ഷെയർ ആയിട്ട് വേണം. ആ 4 lakhന് വേണം ഇനിയുള്ള പ്രൊപ്പോർഷനിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഓക്കെ, 4 lakhന് നമുക്ക് ഏത് പ്രൊപ്പോർഷനിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം? 5:3 എന്നുള്ള പ്രൊപ്പോർഷനിൽ ഡിവൈഡ് ചെയ്ത് ഓൾഡ് റേഷ്യോയിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണേ? നമ്മൾ അഡ്ജസ്റ്റ്മെന്റിൽ അതിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ക്യാപിറ്റൽ അക്കൗണ്ട് ഇസഡ് ക്യാപിറ്റലിന്റെ പ്രൊപ്പോർഷനലാണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സെഡിന്റെ എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചു, 4 lakh ആണെന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു ബാലൻസ്, ഇതാണ് ഇതിന്റെ ബാലൻസ്. ഓക്കെ, ബാലൻസ് അതായത് നമ്മൾ അത് വെച്ച് നിർത്തുവാണെന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ 4 lakh നമ്മൾ അവിടെ കണ്ടുപിടിച്ചില്ലേ? ആ 4 lakh ഇൻറ്റു എത്രയാണ് ഇവിടെ? 5/5 എത്രയായിരുന്നു? 5 ടോട്ടൽ എത്രയായിരുന്നു വന്നത്? 5 3 ഓക്കെ, ന്യൂ റേഷ്യോ എത്രയായിരുന്നു? അല്ല, ഓൾഡ് റേഷ്യോ എത്രയായിരുന്നു? 5 3 6 7 8 5 3 2. ന്യൂ റേഷ്യോ 5 3 2. ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 5 3 2 ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 4 lakh
ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ എത്രയാണ് 10. അത് എക്സിന് കിട്ടും. ഓക്കെ, ഇനി വൈക്ക് എത്ര കിട്ടും? അതേ സംഭവം തന്നെ 4 lakh ഇൻറ്റു 4 lakh ഇൻറ്റു 3 അല്ലേ, 3 ഡിവൈഡഡ് 5 3 2. ഓക്കെ, 3 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ എത്ര വരും? 1,20,000 വരും. ഇവിടെ എത്രയാണ്? 80,000 തന്നെയാണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? 80,000 അതിൻ്റെ ബേസിസിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ബാലൻസ് ചെയ്യണം. ഇതിനെ ബാലൻസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തായിട്ട് എടുക്കണം? ഇത് നമ്മൾ എന്തിലേക്ക് എടുക്കണം? കറണ്ട് അക്കൗണ്ടിലേക്ക് കൊണ്ടുവരണം. കറണ്ട് അക്കൗണ്ട് ബാലൻസ് ഇനി ചെയ്യണം, ബാലൻസ് ആയിട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ എന്താണ്? ബൈ കറണ്ട് അക്കൗണ്ട്. ഓക്കെ, കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ 2 lakhൽ നിന്ന് 80,000 പോയിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും? 1,20,000 കിട്ടും. ബാലൻസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. 1,20,000 നിന്ന് 60,000 പോയാൽ 60,000 കിട്ടും. 80,000 അങ്ങനെ ബാലൻസ് ചെയ്ത് പോയി. അപ്പോൾ അതിനെന്ത് ചെയ്യണം? നമ്മളതിൻ്റെ ടോട്ടൽ എടുക്കാം. ഓക്കെ, 2 lakh ഓക്കെ, കറണ്ട് അക്കൗണ്ടിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുവരാൻ പോവാണ്. ഓക്കെ, കറണ്ട് അക്കൗണ്ടിലേക്ക് നമ്മൾ കൊണ്ടുവരുവാണ്. കറണ്ട് അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാൻ നേരത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം? ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കണം. എന്ത് കാണിക്കണം? ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, എത്രയാണ്? 1,20,000 അല്ല, ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് കാണിച്ചു കഴിക്കുന്നത് എത്രയാണ്? അത് തന്നെ 1,20,000 60,000. ഇവിടെ എത്രയാണ്? ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല അല്ലേ? 1,20,000 60,000 നമ്മൾ കൊണ്ടുവന്നു. ഇനി നമുക്ക് കറണ്ട് അക്കൗണ്ടിലേക്ക് എന്തൊക്കെ കൊണ്ടുവരാനുള്ള? റീവാലുവേഷൻ പ്രോഫിറ്റ് കൊണ്ടുവരാം അല്ലേ? റീവാലുവേഷൻ പ്രോഫിറ്റ് കൊണ്ടുവരാം. അപ്പോൾ അവിടെ എന്താ എഴുതേണ്ടത്? ബൈ റീവാലുവേഷൻ പ്രോഫിറ്റ്. റീവാലുവേഷൻ പ്രോഫിറ്റ് എങ്ങനെയാണ്? നമ്മളിവിടെ എന്താ എൻട്രി എഴുതിയത്? റീവാലുവേഷൻ അക്കൗണ്ട് അറ്റാച്ച് ടു കറണ്ട് അക്കൗണ്ട് എന്നാണ്. അപ്പോൾ കറണ്ട് അക്കൗണ്ടിൽ ബൈ റീവാലുവേഷൻ എന്ന് പറഞ്ഞിട്ട് എത്ര വരും? എക്സിനും വൈക്കും 5,000 3,000 എന്ന് വരും. ഓക്കെ, എക്സിന് 5,000 വൈക്ക് 3,000 വരും. സെഡിനൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി ഈ കറണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസ് നമ്മുടെ P&L ബാലൻസ് ഷീറ്റിൽ കിടപ്പുണ്ടായിരുന്നു. എത്രയായിരുന്നു? 5,000 6,000. അത് നമ്മൾ ബാലൻസ് എന്ന് പറഞ്ഞ് തന്നെ എഴുതണ്ടേ? ബൈ ബാലൻസ് എന്ന് പറഞ്ഞ് 5,000 6,000 എഴുതണം. ഓക്കെ, $5,000 6,000 എഴുതുക. പുറത്തേന് ബാലൻസ് ഇല്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് എന്താ എഴുതാൻ പറ്റുക എന്നുള്ളത് നോക്കാം. ഓക്കെ, നമുക്ക് എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്? ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. നമ്മൾ എന്തൊക്കെ എടുത്തിട്ടുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് റീവാലുവേഷൻ എടുത്ത് എഴുതി ക്യാപിറ്റൽ അക്കൗണ്ട് അതിലേക്ക് ഇട്ടു. പിന്നെ ജനറൽ റിസർവ് അല്ലേ? ജനറൽ റിസർവ് ഉണ്ട്. ജനറൽ റിസർവ് കിടക്കണുണ്ടോ? അത് റൈറ്റ് ഓഫ് ചെയ്യണം. റൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ 4th അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ജനറൽ റിസർവിനെ ഒന്നും ചെയ്യേണ്ട, അത് ബുക്ക് ഓഫ് അക്കൗണ്ടിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 തരത്തിലും കാണണം. ഓക്കെ, ജനറൽ റിസർവ് ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണേ, നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ബൈ ജനറൽ റിസർവ് ആദ്യം റൈറ്റ് ഓഫ് ചെയ്യാം. റിസർവ് ഒന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ജനറൽ റിസർവ് ബാലൻസ് ഷീറ്റിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇതേപോലെ റൈറ്റ് ഓഫ് ചെയ്ത് കൊടുക്കണം. എന്ത് ചെയ്യണം? ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ റൈറ്റ് ഓഫ് ചെയ്യണം. ഇവിടെ ഓൾഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 5:3 ആണ്. ജനറൽ റിസർവ് എത്രയും വന്നത്? 60,000 ആണ്. ജനറൽ റിസർവ് 60,000 ആണ്. ആ 60,000 ഓൾഡ് റേഷ്യോയിൽ ആദ്യം ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. 60,000 ഇൻറ്റു 5/8 എത്ര വരും? 37,500. അതേപോലെ തന്നെ ഇവിടെ 60,000 ഇൻറ്റു 3/8 എത്ര വരും? 22,500. ഇനി ആ ജനറൽ റിസർവിനെ തന്നെ ഇവിടെ എന്താണ്? മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ടു ജനറൽ റിസർവ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം?
എല്ലാ പാർട്ട്നേഴ്സിനും പൊതു റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. പൊതു റേഷ്യോ എത്രയാണ്? 100 റേഷ്യോ എത്രയായിരുന്നു? 5:3:2 അല്ലേ? 5:3:2 ആയിരുന്നു 100 റേഷ്യോ. ആ റേഷ്യോയിൽ അതിനെ ഇത് ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. എങ്ങനെയാണ്? 60,000 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 10 എത്ര വരും? 30,000. അതേപോലെ തന്നെ വൈക്ക് 60,000 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 10 അതേപോലെ 60,000 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 10 ഓക്കെ 12,000. ഇതേപോലെ ജനറൽ റിസർവും കഴിഞ്ഞു അല്ലേ? ഒന്നും പറഞ്ഞില്ലെങ്കിൽ ജനറൽ റിസർവിന് ഇതേപോലെ എടുത്ത് റൈറ്റ് ഓഫ് ചെയ്യുക. ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തോ ബാലൻസ് ഷീറ്റിൽ അത് മെയിൻറ്റെയിൻ ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ തിരിച്ചെടുത്ത് 3 പാർട്ട്നേഴ്സിനുമായിട്ട് ഈക്വലി അവർ പറഞ്ഞിരിക്കുന്ന 100 റേഷ്യോ അനുസരിച്ച് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി ഇതിൽ പറഞ്ഞിരിക്കണ ഒരു കാര്യമാണ് ഗുഡ്വില്. ഗുഡ്വിൽ എന്താ പറഞ്ഞിരിക്കണേ? 60,000 ഗുഡ്വിൽ ഉണ്ട്, പക്ഷെ അവരെന്ത് ചെയ്തില്ല എന്നാ പറഞ്ഞിരിക്കണേ? 60,000 പുതു പാർട്ട്ണർ കൊണ്ടുവന്നില്ല. സെഡ് 60,000 കൊണ്ടുവന്നില്ല എന്നാ പറഞ്ഞിരിക്കണേ. അപ്പൊ നമുക്ക് അതെങ്ങനെ എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വർക്കിംഗ് നോട്ട് എഴുതാം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു വിചാരിക്കുന്നു. ഓക്കെ, 60,000 ഗുഡ്വിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 60,000ന്റെ പുതു ഷെയർ എത്രയാണ്? പുതു പാർട്ട്ണറിന്റെ 1/5 ആണ്. 60,000ന്റെ 1/5 കൊണ്ടുവരേണ്ട ബാധ്യത ആർക്കാണുള്ളത്? 1/5 കൊണ്ടുവരേണ്ട ബാധ്യത പുതു പാർട്ട്ണർക്കാണ് ഉള്ളത്. ഓക്കെ, പുതു പാർട്ട്ണർക്ക് അത് കൊണ്ടുവരേണ്ട ബാധ്യതയുണ്ട്. അതായത് 60,000 ഡിവൈഡഡ് ബൈ 5 എത്രയാണ്? 12,000 ആ പുതു പാർട്ട്ണർ അവരുടെ ഷെയർ ആയിട്ട് ഗുഡ്വില് കൊണ്ടുവരണമായിരുന്നു, പക്ഷെ അത് കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ അവരുടെ ഇതിലായിട്ട് എടുത്തിട്ട് അവർ കൊണ്ടുവന്ന മാതിരി എടുത്തിട്ട് എന്ത് ചെയ്യണം? ഓൾഡ് പാർട്ട്നേഴ്സിന് അത് കൊടുത്തേ പറ്റുള്ളൂ അല്ലെ? അവരത്രയും സാക്രിഫൈസ് ചെയ്യാണ് പുതു പാർട്ട്ണർ വരാൻ നേരത്തേക്കും. അപ്പൊ അവർക്ക് അത് കൊടുത്തേ പറ്റുള്ളൂ. അത് കൊടുക്കുന്നത് എന്താണ്? സാക്രിഫൈസിങ് റേഷ്യോയിലാണ് കൊടുക്കുന്നത്. സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? നമ്മളിവിടെ കണ്ടുപിടിച്ചായിരുന്നു. സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറഞ്ഞ് എത്ര കണ്ടുപിടിച്ചത്? 10:6 ആണ്. ഈ റേഷ്യോയിലാണ് ഗുഡ്വില്ലിന് നമ്മൾ കൊടുക്കേണ്ടത് അല്ലെ? അവർ കൊണ്ടുവരാത്തതുകൊണ്ട് നമ്മൾ എത്രയാണോ അവർ കൊണ്ടുവരുന്നത് ആ ഷെയർ എടുത്ത് നമ്മൾ ഓരോരുത്തർക്കും കൊടുക്കണം. എക്സ് ആണ് സാക്രിഫൈസ് ചെയ്യണം. ഫസ്റ്റ് എക്സ് സാക്രിഫൈസ് ചെയ്യണ എത്രയാണ്? 12,000 ഇൻറ്റു 10 ആണ് അല്ലെ? 10:6 എന്നാണ്. അപ്പൊ 10/16 എന്നുള്ള രീതിയിൽ എക്സ് സാക്രിഫൈസ് ചെയ്യണത് അതിന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് 12,000ന്റെ 10/16 ഷെയർ എക്സിന് കൊടുക്കുവാണ്. എത്രയാണ്? 7,500. ഓക്കെ, അതേപോലെ തന്നെ വൈക്ക് എന്ത് ചെയ്യുവാണ്? വൈക്കും ഈ 12,000ന്റെ 6/16 ഷെയർ കൊടുക്കുവാണ്. എത്രയാണ്? 4,500 അവര് കൊടുക്കുവാണ്. ഓക്കെ, 4,500 കൊടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് എൻട്രി എങ്ങനെ എഴുതും? ഇതിന് നമ്മൾ എൻട്രി എഴുതാൻ നേരത്തേക്കും ന്യൂ പാർട്ട്ണർ അക്കൗണ്ട് അറ്റ് ഓൾഡ് പാർട്ട്ണർ എന്നുള്ളതാണ് ഇതിന്റെ എൻട്രി വരുന്നത്. ഓക്കെ, ന്യൂ പാർട്ട്ണർ അക്കൗണ്ട് അറ്റ് ഓൾഡ് പാർട്ട്ണർ. അതായത് എപ്പോ എങ്ങനെയൊക്കെ എൻട്രി ചെയ്താലും ഇത് തന്നെ വരുള്ളൂ. അക്കൗണ്ട് അറ്റ് ടു ഓൾഡ് പാർട്ട്ണർ. ഓക്കെ, ഇവിടെ അതായത് ആരായിട്ട് വരും? ഇവിടെ വരാൻ നേരത്തേക്കും ന്യൂ പാർട്ട്ണർ എന്ന് പറയുന്നത് സെഡ് ആണ് അല്ലെ? സെഡ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ആരാണ്? എക്സ് ക്യാപിറ്റൽ ടു വൈസ് ക്യാപിറ്റൽ. ഓക്കെ, സെഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12,000 ആണ്. അത് നമ്മൾ വൈക്ക് കൊടുത്തിരിക്കുന്നത് എത്രയായിട്ടാണ്? ഒന്ന് എക്സിന് 7,500 ആയിട്ടും വൈക്ക് 4,500 ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഇനി എൻട്രി ആക്കേണ്ടത്. എക്സ് സെഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 12,000ഉം എക്സ് എന്നുള്ളത് 7,500ഉം വൈക്ക് 4,500 കൊടുത്തു. ഇനി നമ്മൾ അത് എന്ത് ചെയ്യണം? അതിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഇടണം അല്ലെ? ഇസഡ് ക്യാപിറ്റൽ എന്നുള്ള വൈ ആണ്, 2x വൈയും ക്യാപിറ്റലാണ് വരുന്നത് അല്ലെ? അപ്പൊ വൈയിൽ എന്ത് ചെയ്യണം? ഇസഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് എഴുതിയിട്ട് 7,500ഉം 4,500ഉം എക്സിനും വൈക്കും കാണിക്കണം. പിന്നെ ഇപ്പുറത്ത് എന്ത് ചെയ്യണം? എക്സ് ക്യാപിറ്റലിന്റെ 2 എന്ന് പറഞ്ഞിട്ട് 2 എന്ന് പറഞ്ഞ എക്സ് ക്യാപിറ്റലും വൈ ക്യാപിറ്റലും എഴുതിയിട്ട് ഇസഡിന്റെ അടുത്ത് എന്ത് എഴുതണം? 7,500 4,500 എന്ന് പറഞ്ഞിട്ട് ഇസഡിന്റെ സൈഡിൽ എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് എഴുതാം. ഇതാണ് എൻട്രി വരുന്നത്. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? സെഡ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്
കറണ്ട് അക്കൗണ്ടിലേക്ക് ബൈ ഇസഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ കണ്ട എത്രയായിരുന്നു? ഇസഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് 7,500 7,500 4,500 അല്ലേ? അതങ്ങനെ തന്നെ എടുത്ത് എഴുതുക. ഇവിടെ പ്രത്യേകിച്ചൊന്നും വരില്ല. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 2 എക്സ് ക്യാപിറ്റൽ ഉണ്ട്, എക്സ് ക്യാപിറ്റൽ ഉണ്ട്, അതേപോലെ എന്തുണ്ട്? 2 വൈസ് ക്യാപിറ്റലും ഉണ്ട്. ഓക്കെ, എക്സ് ക്യാപിറ്റലും വൈ ക്യാപിറ്റലിന്റെ ഇസഡിന്റെ സ്ഥാനത്ത് എന്താ എഴുതണം? 7,500, ഇവിടെ 4,500 എന്ന് എഴുതാം. ഓക്കെ, ഓക്കെ അല്ലേ? 30,000, 18,000, 12,000, ഇവിടെ 1,20,000, 60,000, ഇവിടെ 7,500, 4,500 എന്ന് എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിന് നമുക്ക് ബാലൻസ് ചെയ്യണം. ഈ ബാലൻസ് ചെയ്ത് കിട്ടുന്നതാണ് നമ്മൾ നോക്കാം. അത് എത്ര ബാലൻസ് ചെയ്ത് കിട്ടണേ നോക്കാം. ഏത് സൈഡിലായിരിക്കും കൂടുതൽ? ഈ സൈഡിലാണ് കൂടുതൽ അല്ലേ? അപ്പൊ നമുക്ക് ഓക്കെ, 1,50,000 ഇരുന്ന് എത്ര മൈനസ് ചെയ്യണം? അവിടെ 55,000 മൈനസ് ചെയ്യണം. 1,50,000 55 പോയിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 95,000 വരും അല്ലേ? 95,000 വരും. അപ്പൊ ഇവിടെയാണ് ബാലൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് എഴുതണമെന്ന് വെച്ചാൽ ബൈ ബാങ്ക് എന്ന് പറഞ്ഞ് എഴുതണം. ഓക്കെ, ബാലൻസ് ഫിയർ ബൈ ബാങ്ക് എന്ന് പറഞ്ഞ് ഇവിടെ ബാലൻസ് പറഞ്ഞെങ്കിൽ എഴുതണം. പിന്നെ ഇവിടെ എത്രയാണ്? 78,000. 78,000 36,000 എത്ര വരും? എത്ര വന്നു? 42,000. ഓക്കെ, ഇവിടെ പ്രത്യേകിച്ച് 24,000 തന്നെ എടുത്ത് എഴുതാം. ഇതിനെ ടോട്ടൽ ചെയ്യാം. ഓക്കെ, ഇതാണ് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അതിന്റെ ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ പറഞ്ഞാൽ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇസഡ് ക്യാപിറ്റൽ അക്കൗണ്ടും, അതായത് നമുക്ക് എങ്ങനെയൊക്കെ തലകുത്തി പറഞ്ഞാലും ഇതിന്റെ ലാസ്റ്റ് എൻട്രി വരാൻ പോണത് ന്യൂ പാർട്ട്നേഴ്സ് അക്കൗണ്ട് ടു ഓൾഡ് പാർട്ട്നേഴ്സ് എന്നാണ്. ന്യൂ പാർട്ട്ണർ ഇവിടെ ഇസഡ് ആണ്, ടു ഓൾഡ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ എക്സും വൈയും ആണ്. ബൈ എന്ന് പറയുന്നത് ഇസഡ് ആണ് വന്നത്. അപ്പോൾ ബൈ എന്ന് പറഞ്ഞിടത്ത് ഇസഡ് ക്യാപിറ്റൽ എഴുതുക. ഇസഡ് ക്യാപിറ്റൽ വന്നു കഴിഞ്ഞാൽ എക്സിന്റെ വൈന്റെ കോളത്തിൽ ആ ഫിഗർ എഴുതുക. 2 എന്ന് പറഞ്ഞിടത്ത് എന്താണ്? എക്സും വൈയോ പറഞ്ഞത്. എക്സും വൈയും 2 എന്ന് എഴുതുക. അവിടെ എന്ത് ചെയ്യണം? ഇസഡിന്റെ നേരെയാണ് എഴുതേണ്ടത് അല്ലേ? 7,500, 4,500 എഴുതുക. ആ എൻട്രി വെച്ച് എഴുതിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്ക് എല്ലാ അക്കൗണ്ടും ആയി. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് വരക്കണം അല്ലേ? ബാലൻസ് ഷീറ്റ് വരക്കാം. ബാലൻസ് ഷീറ്റ് വരക്കാം. അസറ്റ് എമൗണ്ട്. ഓക്കെ, ബാലൻസ് ഷീറ്റിൽ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അതേപോലെ തന്നെ നമുക്ക് എടുക്കാം. എന്താണ്? ക്യാപിറ്റൽ അക്കൗണ്ട്. ഫസ്റ്റ് ക്യാപിറ്റൽ അക്കൗണ്ട്, പിന്നെ കറണ്ട് അക്കൗണ്ട് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് ഫസ്റ്റ് വരക്കാം. ക്യാപിറ്റൽ അക്കൗണ്ട് എത്രയാണ് ബാലൻസ് വന്നത്? 2,00,000, 1,20,000, 80,000 ആണ് ഇതിന്റെ ബാലൻസ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? ക്യാപിറ്റൽ അക്കൗണ്ട് എക്സ് വൈ സെഡ് എത്രയാണ്? 2,00,000, 1,20,000, എത്ര? 80,000 അല്ലേ? 80,000. ഇനി കറണ്ട് അക്കൗണ്ടിന്റെ ബാലൻസാ? കറണ്ട് അക്കൗണ്ടിന്റെ ബാലൻസ് എവിടെ? കറണ്ട് അക്കൗണ്ടിന്റെ ബാലൻസ് ബാങ്ക് എന്ന് പറഞ്ഞാൽ കാണിക്കണം. അപ്പൊ അതിലൊന്നും കാണിക്കണ്ട. ഓക്കെ, ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇട്ടേക്കണേ, അത് അവിടെ ഇരിക്കട്ടെ. ഈ ലൈബിലിറ്റി സൈഡ് വേറെ എന്താണ്? ജനറൽ റിസർവ്. ജനറൽ റിസർവ് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞേക്കണേ. അപ്പൊ 60,000 അതേപോലെ തന്നെ എഴുതുക. ക്രെഡിറ്റേഴ്സ് എത്രയുണ്ട്? ക്രെഡിറ്റേഴ്സ് 50,000 നിന്ന് നമുക്ക് ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു, 6,000 കിട്ടില്ല എന്നുള്ളത്. അപ്പൊ അത് മൈനസ് ചെയ്ത് എഴുതുക. ജനറൽ റിസർവ് 60,000, സൺഡി ക്രെഡിറ്റേഴ്സ് 50 ഈ 6,000 മൈനസ് ചെയ്ത് എത്ര വരും? 44,000 വരും. അപ്പൊ ജനറൽ 60യും
ക്രെഡിറ്റേഴ്സ് 44,000. ഓക്കെ, അസറ്റ് സൈഡ്. ഇനി അസറ്റ് സൈഡ് എന്തൊക്കെയാ തന്നേക്കണേ നോക്കാം. അസറ്റ് സൈഡ് എന്തൊക്കെയാ തന്നിരിക്കണേ? പ്ലാന്റ് ആൻഡ് മെഷീനറി. പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയാനായിട്ട് നമ്മൾ എന്ത് എഴുതണം? ഇവിടെ 50,000 പക്ഷെ നമ്മൾ റീവാല്യൂ ചെയ്തപ്പോൾ 46,000 ഉള്ളൂ. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് 31,000 തന്നെ എഴുതാം. ഓക്കെ, പ്ലാന്റ് ആൻഡ് മെഷീനറി 46,000. പ്ലാന്റ് ആൻഡ് മെഷീനറി 46,000. ഇൻവെസ്റ്റ്മെന്റ് 31,000. ഓക്കെ, ആ രണ്ടുമായി. ഇനി അടുത്തത് എന്താണ് കൊടുത്തിരിക്കുന്നത്? അടുത്തത് സൺഡ്രി ഡെറ്റേഴ്സ്. സൺഡ്രി ഡെറ്റേഴ്സിന് വ്യത്യാസമില്ലല്ലോ, ഇല്ല, 60,000. സ്റ്റോക്കിന് വ്യത്യാസമുണ്ട്, 96,000. സൺഡ്രി ഡെറ്റേഴ്സ് 60, സ്റ്റോക്ക് 96 അല്ലേ, 96,000. ഇനി അതിൽ കൊടുത്തിരിക്കുന്ന ബാങ്ക് എന്നാണ്. ബാങ്കിന് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് അല്ലേ, ബാങ്ക് അക്കൗണ്ട് നമുക്ക് വരക്കാനുണ്ട്. കാരണം എന്താണ്? ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, അതേപോലെ തന്നെ അല്ലേ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. ടു ബാലൻസ് ബാങ്ക് എത്ര ഉണ്ടായിരുന്നു? ബാങ്ക് എന്ന് പറഞ്ഞ ബാലൻസ് 30,000 ഉണ്ടായിരുന്നു അല്ലേ. ബാങ്ക് എന്ന് പറഞ്ഞ ബാലൻസ് 30,000 ഉണ്ടായിരുന്നു. ബാങ്ക് അക്കൗണ്ട് വരക്കാനാണ് 30,000 ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്തു? ബാങ്കിൽ നിന്ന് നമുക്ക് ഇസഡ് അല്ലേ, സെഡിന്റെ ക്യാപിറ്റൽ കൊണ്ടുവന്നു. സെഡ് ക്യാപിറ്റൽ 80,000 ക്യാപിറ്റൽ സെഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബാങ്ക് എന്ന് പറഞ്ഞ് നമുക്ക് എത്രയാണ്? നമുക്കിവിടെ ബാങ്ക് എന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ട് അല്ലേ. എന്ത് അക്കൗണ്ടിലാണ് ഇട്ടേക്കണേ? കറണ്ട് അക്കൗണ്ടിൽ ബാങ്ക് എന്ന് പറഞ്ഞ് ബാലൻസ് വന്നിട്ടുണ്ട്. അത് നമുക്ക് എഴുതണം. എങ്ങനെ പറഞ്ഞ് എഴുതണം? ടു എക്സിന്റെ കറണ്ട് അക്കൗണ്ട്, എക്സ് കറണ്ട് അക്കൗണ്ട് എത്രയാണ്? 95,000. ടു വൈസ് കറണ്ട് അക്കൗണ്ട് 42,000. ടു ഇസഡ് കറണ്ട് അക്കൗണ്ട്. ഓക്കെ, എത്ര വന്നു? 24,000. ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്താ ചെയ്യുന്നത്? ബാങ്ക് എന്ന് പറഞ്ഞ് കാണിച്ചേക്കണ എൻട്രീസ്, അതിന് നമ്മൾ ടോട്ടൽ ചെയ്യാം. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരക്കണമെങ്കിൽ അങ്ങനെ വരക്കാം, അല്ല അക്കൗണ്ട് ആയിട്ട് ഇടണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ എത്ര വരും? നമുക്ക് 2,71,000 എന്നുള്ളത് ബാലൻസ് കിട്ടി അല്ലേ. 2,71,000 ആണ് ബാങ്ക് എന്ന് കിട്ടി. അത് തന്നെയാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, 2,71,000. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ടോട്ടൽ ചെയ്ത് നോക്കാം, ടാലി ആവുമോ നോക്കാം. ഓക്കെ, $5,04,000 വന്നു. ഇപ്പുറത്ത് എത്ര വരുമെന്ന് നോക്കാം. $5,04,000 വന്നു. ഓക്കെ, അപ്പം എന്താണ്? ബാലൻസ് ഷീറ്റ് നമുക്ക് ടാലി ആയി. ഓക്കെ, ബാലൻസ് ഷീറ്റ് ടാലി ആയി. ഈ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന സംഭവം നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ആയിട്ടാണെങ്കിൽ അക്കൗണ്ട് ആയിട്ടും വരക്കാം. എങ്ങനെ വേണമെങ്കിൽ അതോ നമ്മുടെ ഇഷ്ടം. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തു? ബാലൻസ് ഷീറ്റ് ടാലി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം എന്താണെന്നുള്ളത് നോക്കാം. ഇല്ലുസ്ട്രേഷൻ 6 എന്താ പറഞ്ഞിരിക്കണേ? നമുക്കൊരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട് അല്ലേ. ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പറയുകയാണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ സണ്ണിൻ്റെയും മൂണിൻ്റെയും 3:2 ആണെന്നും അവർ പ്ലൂട്ടോ എന്ന് പറഞ്ഞ ഒരു പുതു പാർട്ണറെ അഡ്മിറ്റ് ചെയ്യേണ്ടെന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇനി അതിൽ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ വേറെ എന്താണ്? അതിൽ പ്രോപ്പർട്ടി ആൻഡ് മോട്ടോ കാർ റീവാല്യൂ ചെയ്തെന്ന് പറഞ്ഞു 45,000 6,500 ആണെന്ന് പറഞ്ഞു. പ്രോപ്പർട്ടി എത്രയാണ്? പ്രോപ്പർട്ടി 35,000 ഉണ്ടായിരുന്നു, 45,000 ആയി. അതെന്തായി? ഇൻക്രീസ് ചെയ്തു. മോട്ടോർ കാർ എന്താണ്? 6,500 ആയി, 7,500 ഉണ്ടായി, 6,500 ആയി. അപ്പോൾ എന്തായി? കുറയുകയാണ് ചെയ്തത്. പിന്നെ എന്താ? പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട് ഡെപ്റ്റേഴ്സിന്. ഓക്കെ, 5%.
പിന്നെ എന്താണ്, പ്ലൂട്ടോ ഷുഡ് പേ പ്രീമിയം ഫോർ ഗുഡ് വില്ല് ടു ബി വാല്യൂഡ് 2 years പർച്ചേസ് ഓഫ് ലാസ്റ്റ് 3 years ആവറേജ് പ്രോഫിറ്റ്. സച്ച് എമൗണ്ട് ഓഫ് പ്രീമിയം വാസ് ടു ബി ക്രെഡിറ്റഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്. പ്ലൂട്ടോ എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കണേ, പ്രീമിയം ഉണ്ട്, അതായത് ഗുഡ് വിൽ ഉണ്ട്, അത് വാല്യൂ ചെയ്യേണ്ടത് എന്താണ്, 2 years പർച്ചേസ് ആണ് ഓഫ് ലാസ്റ്റ് 3 years ആവറേജ് പ്രോഫിറ്റ്. ആവറേജ് ലാസ്റ്റ് 3 yearsന്റെ ആവറേജ് പ്രോഫിറ്റ് എടുത്തിട്ട് ആ ആവറേജ് പ്രോഫിറ്റിൽ നിന്ന് 2 years പർച്ചേസ് ഇൻറ്റു ചെയ്യാൻ നേരത്ത് നമുക്ക് എന്ത് ചെയ്യും, ഗുഡ് വിൽ കിട്ടും. നമ്മൾ ആ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ ഗുഡ് വിൽ കിട്ടും. ആ ഗുഡ് വിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണമെന്ന് പറയുന്നത്, അത് ഓൾഡ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണമെന്നാണ് പറയണത്. ഗുഡ് വില്ലായിട്ടല്ല കാണിക്കേണ്ടത്, എന്താണ്, ലോൺ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണമെന്നാണ് പറയണത്. ഓക്കെ, പ്ലൂട്ടോ ഷുഡ് പേ 30, ക്യാപിറ്റലായിട്ട് 37,500 പേ ചെയ്തിട്ടുണ്ട്. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ലാസ്റ്റ് 3 years പ്രോഫിറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്, ഗുഡ് വില്ല് പറഞ്ഞിട്ടുണ്ട് അല്ലേ, 3 years പ്രോഫിറ്റിന്റെ ആവറേജ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഇത്രയാണെന്നുള്ളത് തന്നിട്ടുണ്ട്. എന്നിട്ട് പിന്നെ എന്ത് ഇൻഫോർമേഷൻ തന്നേക്കണേ, ലാസ്റ്റ് 3 years ബുക്ക് ഓഫ് അക്കൗണ്ട് ഓൺ വെരിഫിക്കേഷൻ ഡിസ്ക്ലോഷർ ദ ഫോളോയിങ് ഡിസ്കൗണ്ട്. എന്തൊക്കെയാണ്, 2019, 20, 2021, 21, 22 എന്താണ് ഇതിലുള്ള ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. എന്താണ്, ബാഡ് ഡെപ്റ്റ് പ്രീവിയസ്ലി റിട്ടേൺ ഓഫ് റിക്കവേർഡ് 400 അല്ലേ, മുന്നേ ബാഡ് ഡെപ്റ്റ് റിട്ടേൺ ഓഫ് ചെയ്തത് ഇപ്പൊ എന്ത് ചെയ്തു, അത് റിക്കവർ ചെയ്തിട്ടുണ്ട്, 400 rupees ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ 1920 പ്രോഫിറ്റിന്റെ കൂടെ അത് എന്ത് ചെയ്യണം, ആ 400 ആഡ് ചെയ്യണം. ഓക്കെ, പിന്നെ എന്താണ്, ക്രെഡിറ്റഡ് ടു ഡെറ്റേഴ്സ് അക്കൗണ്ട്. ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ് 1250 അണ്ടർ വാല്യൂ ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ചെയ്യണം. ഇനി 2021 ഫർണിച്ചർ പർച്ചേസ് 300 ഡെബിറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട് ആണ്. അപ്പോൾ ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് ആ പ്രോഫിറ്റിന്റെ കൂടെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. എത്ര ആഡ് ചെയ്യണം, 300 ആഡ് ചെയ്യണം. അതിന് ഡിപ്രീസിയേഷനും ഉണ്ട് 10%. അപ്പോൾ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യണം. 300ന്റെ 10% എന്ന് പറയുമ്പോൾ 30 rupees കിട്ടും. ഓക്കെ, ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്തു, ഓവർ വാല്യൂ ചെയ്തേക്കണാണ്, കൂട്ടി കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം, 2000 മൈനസ് ചെയ്യണം. 21-22 ഇയറിൽ എന്താണ്, പർച്ചേസ് ഇൻവോയ്സ് 1000 വാസ് ഒമിറ്റഡ് ഫ്രം ദ ബുക്ക് അക്കൗണ്ട്. അതായത് 1000 നമ്മൾ പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് ചേർക്കാനേ മറന്നുപോയി. അപ്പോൾ എന്ത് ചെയ്യണം, ആ 1000 എന്ത് ചെയ്യണം, അത് നമ്മൾ എന്ത് ചെയ്യണം, പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് പർച്ചേസ് ഇൻവോയ്സ് 1000 വാസ് ഒമിറ്റഡ് ഫ്രം ബുക്ക്. പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത്, പർച്ചേസ് റെക്കോർഡേ ചെയ്തിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം, അത് മൈനസ് ചെയ്യണം. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് അണ്ടർ വാല്യൂ ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ 1000 പ്ലസ് ചെയ്യണം. അണ്ടർ വാല്യൂ ചെയ്ത ആ 1000 പ്ലസ് ചെയ്യണം. ഓക്കെ, ഇനി എന്താ പറയണേ, ജേർണൽ എൻട്രി അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് പ്ലൂട്ടോ ആൻഡ് പ്രിപ്പയർ ബാലൻസ് ഷീറ്റ്. അപ്പൊ നമുക്ക് ഇത്ര അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഒന്ന് ചെയ്യണം. എന്താണ്, ഈ 3 years പ്രോഫിറ്റ് കണ്ടുപിടിക്കണം അല്ലെ, ആ പ്രോഫിറ്റിലുള്ള അഡ്ജസ്റ്റ്മെന്റ് കണ്ടുപിടിക്കണം. അതല്ലാണ്ട് എന്താണ്, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ്, സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കണം. ഓക്കെ, സാക്രിഫൈസ് റേഷ്യോ ഇവിടെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഓൾഡ് റേഷ്യോ എന്ന് പറഞ്ഞേ, ഓൾഡ് റേഷ്യോ എന്ന് പറഞ്ഞ സണ്ണും മൂണും അല്ലേ. സൺ എത്രയാണ്, 3 തന്നിട്ടുണ്ട്, മൂന്ന് 2 തന്നിട്ടുണ്ട്. ഓക്കെ, ന്യൂ റേഷ്യോ എന്ന് പറഞ്ഞ എന്താണ്, കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, ന്യൂ റേഷ്യോ ആണ്. ന്യൂ റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:1:1 അല്ലെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് 2:1:1 എന്ന് ന്യൂ റേഷ്യോ വന്നിട്ടുണ്ട്. സാക്രിഫൈസ് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ന്യൂ റേഷ്യോ എന്ന് പറഞ്ഞിട്ട് 2:1. അടുത്ത ആരാണ്, പ്ലൂട്ടോ അല്ലേ, പ്ലൂട്ടോ 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കണം. സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ എന്താണ്, 3/5 മൈനസ് 2/4. ഓക്കെ, 2/4. അപ്പൊ എത്ര കിട്ടും നമുക്ക്, അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എന്ത് വരണം, 4 × 3 12 മൈനസ് എത്രയാണ്, 5 × 2 10 ഡിവൈഡഡ് ബൈ 5 × 4 20. ഓക്കെ, അപ്പൊ 12 മൈനസ് 10 എന്ന് പറയുമ്പോൾ 2 വരും. 2 ഡിവൈഡഡ് ബൈ 20 എന്നുള്ളത് കിട്ടി. എന്തിന്റെ, എസിന്റെ സാക്രിഫൈസ് റേഷ്യോ കിട്ടി. ഇനി എമ്മിന്റെ സാക്രിഫൈസ് റേഷ്യോ ആണെന്നുണ്ടെങ്കിലോ, എമ്മിന്റെ എത്രയാണ്, 2/5 മൈനസ് എത്രയാണ്, 2/4 അല്ലെ, അല്ല 1/4 2/5 മൈനസ് 1/4. ഓക്കെ, ഇനി അതിനെന്ത് ചെയ്യണം, അതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. എന്ത് ചെയ്യണം, 4 × 2 8 മൈനസ് 5 × 1 5 ഡിവൈഡഡ് ബൈ 4 × 5 20
8 minus 5 എന്ന് പറഞ്ഞാൽ 3 divided by 20. സാക്രിഫൈസ് റേഷ്യോ എത്രയാവുന്നു? അപ്പോൾ സാക്രിഫൈസ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2:3 വന്നു. ഓക്കെ, അത് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വേണ്ടത് ആ പ്രോഫിറ്റിന്റെ സംഭവങ്ങൾ കണ്ടുപിടിക്കണം അല്ലേ? പ്രോഫിറ്റ് 3 വർഷത്തേക്കുള്ള പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ എഴുതുക 2019, 20, 20, 21, 21, 22 അല്ലേ? 3 ഇയറിനുള്ളത് കണ്ടുപിടിക്കുക. അതിൽ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ഓൾറെഡി തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് എത്രയാണ് അവിടെ ഉണ്ടായിരുന്നത്? 5,000, 6,000, 7,500 തന്നിട്ടുണ്ട്. 5,000, 6,000, 7,500. ഓക്കെ, അത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് നോക്കേണ്ടത്. എന്താണ് ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്? ബാഡ് ഡെപ്റ്റ് ഇപ്പൊ റിക്കവർ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് എത്രയാണ്? 400 പ്ലസ് ചെയ്യണം. 400 എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. ഓക്കെ, 400 പ്ലസ് ചെയ്യണം. പിന്നെ എന്താണ് അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ക്ലോസിംഗ് സ്റ്റോക്ക് അണ്ടർ വാല്യൂ ചെയ്തു. അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അണ്ടർ വാല്യൂ അല്ലേ ചെയ്തേക്കണേ? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. എത്രയാണ്? 1,250 ആഡ് ചെയ്യണം. ഓക്കെ, അതിൽ എത്രയേ പറഞ്ഞിട്ടുള്ളൂ. ഇനി എന്താണ്? ഫർണിച്ചർ 2021 ഫർണിച്ചറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഫർണിച്ചർ നമ്മൾ പർച്ചേസ് അക്കൗണ്ടിൽ കാണിച്ചു. അപ്പോൾ ഫർണിച്ചർ എന്ത് ചെയ്യണം? ഇവിടെ 300 ആഡ് ചെയ്യണം. ഓക്കെ, ഫർണിച്ചർ ആഡ് ചെയ്യണം. അതേപോലെ തന്നെ ഡിപ്രീസിയേഷൻ, അതിന്റെ ഡിപ്രീസിയേഷൻ പറഞ്ഞിട്ട് ഡിപ്രീസിയേഷൻ 10%, അത്രയാണ് 30 rupees മൈനസ് ചെയ്യണം. ഓക്കെ, അടുത്ത എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക് ഓവർ വാല്യൂ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്കിന് മൈനസ് ചെയ്യണം. ഓവർ വാല്യൂ എത്രയാണ്? 2,000 മൈനസ് ചെയ്യണം. ഓക്കെ, ഈ ക്ലോസിംഗ് സ്റ്റോക്കിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടുത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടുത്തെ എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് ആവും. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ പ്ലസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അതേപോലെ തന്നെ ഇവിടുത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്തിട്ട് 2,000 എഴുതണം. ഓക്കെ, അങ്ങനെ പ്രത്യേകത ഉണ്ട്. ഇനി 21, 22 എന്താണ്? അതായത് ഒരു വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലെ അടുത്ത വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക്, അത് തന്നെ സംഭവം. A purchase invoice 1,000 was omitted from bank book. പർച്ചേസ് ഇൻവോയ്സ് 1000 എന്ത് ചെയ്തു? ബുക്കിൽ കാണിച്ചിട്ടില്ല. അപ്പൊ പർച്ചേസ് ഇൻവോയ്സ് എന്ത് ചെയ്യണം? പർച്ചേസ് എന്ത് ചെയ്യണം? ഒമിറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. പർച്ചേസ് ഇൻവോയ്സ് ലാസ്റ്റ് വർഷമാണ് അല്ലെ? ലാസ്റ്റ് വർഷം പർച്ചേസ് ഇൻവോയ്സ് എന്ത് ഒമിറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫ്രം ബുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്തു? അണ്ടർ വാല്യൂ ചെയ്തു. ക്ലോസിംഗ് സ്റ്റോക്ക് അണ്ടർ വാല്യൂ ചെയ്തെന്ന്. ക്ലോസിംഗ് സ്റ്റോക്ക് അണ്ടർ വാല്യൂ ചെയ്തു എന്ന് പറഞ്ഞാൽ ലെസ് ചെയ്യണം അല്ലേ? അല്ല, ക്ലോസിംഗ് സ്റ്റോക്ക് അണ്ടർ വാല്യൂ അല്ലേ ചെയ്തേക്കണം. അപ്പൊ അതെന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. ഓക്കെ, ഇത്രയല്ലേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ടോട്ടൽ എത്രയെന്ന് നോക്കാം. 6,650, 3,020, 9,500. ഇതാണ് എന്തായിട്ട് വരുന്നത്? നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് വേണം എന്ത് ചെയ്യാനായിട്ട്? ഗുഡ് വില്ല് കണ്ടുപിടിക്കാൻ. എന്താ അവർ പറഞ്ഞിരിക്കണേ? എന്താ അതിൽ പറഞ്ഞിട്ടുണ്ട്? ലാസ്റ്റ് 3 years പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ മുന്നേ ആയിട്ട് ഒരു സെന്റൻസ് ഉണ്ടല്ലോ. എന്താണ്? ഗുഡ് വില്ല് 2 years പർച്ചേസ് ഓഫ് ലാസ്റ്റ് 3 years ആവറേജ് പ്രോഫിറ്റ് ചെയ്യുന്ന എന്ത് ചെയ്യണം? ഗുഡ് വില്ല് കണ്ടുപിടിക്കാൻ. അത് എന്ത് ചെയ്യണം? എന്നിട്ട് പാർട്ട്നേഴ്സിന്റെ ലോൺ അക്കൗണ്ടിലേക്ക് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ കൂടി ടോട്ടൽ ചെയ്യണം. ടോട്ടൽ ചെയ്യാൻ നേരത്തെ എത്രയാണ്? 6650 പ്ലസ് 3020 പ്ലസ് 9500. ഓക്കെ, അതിന് ഡിവൈഡഡ് ബൈ 3 ആണ്. 3 ചെയ്യാൻ നേരത്തെ എത്ര വരും? 6650 3020 9500 divided by 3 6390. അതിന് ഇൻറ്റു 6390 ഇൻറ്റു 2 years പർച്ചേസ് എന്നാ പറഞ്ഞിരിക്കണേ അല്ലേ? 6390 ഇൻറ്റു 2 എത്ര വരും? 12,780. 12,780. ഓക്കെ, ഇനി ഇതിൽ നിന്ന് പ്ലൂട്ടോന്റെ ഷെയർ, പിയുടെ ഷെയർ എടുക്കണം.
പിയുടെ ഷെയർ എടുക്കണം. എത്രയാണ് എടുക്കേണ്ടത്? 12,780 ഇൻറ്റു പിയുടെ ഷെയർ എത്രയാ? ഓക്കെ, പിയുടെ ഷെയർ എത്രയാണെന്ന് നോക്കട്ടെ. 1/4. പുതു ഷെയർ എത്രയാണ്? 1/4. അപ്പോൾ പിയുടെ ഷെയർ 1270 ഇൻറ്റു 1/4 എടുക്കാം. അപ്പോൾ എത്ര വരും? 1270 ഡിവൈഡഡ് ബൈ 4, 3195 വരും. ഓക്കെ, പ്ലൂട്ടോയുടെ ഗുഡ്വില്ലിന്റെ ഷെയർ എത്രയാണ്? 3195 എന്നുള്ളത് വന്നു. ഓക്കെ, ഇനി 3195 നമുക്ക് അടുത്ത ഇതിലോട്ട് എടുക്കാം. അത് നമുക്ക് ലോൺ അക്കൗണ്ട് കാണിക്കാൻ നേരത്ത് ലോൺ അക്കൗണ്ടിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, ലോൺ അക്കൗണ്ട് എടുക്കാൻ നേരത്ത് ലോൺ അക്കൗണ്ടിലേക്ക് അത് ആഡ് ചെയ്ത് എടുക്കണം. അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കാനുള്ള ഐറ്റമാണ്. അത് നിൽക്കട്ടെ. ഇനി നമുക്ക് അടുത്തത് എന്താണ്? അടുത്തത് നമുക്ക് വേറെ എന്താ ചെയ്യാനുള്ളത്? വേറെ ചെയ്യാനുള്ള റീവാലുവേഷൻ അക്കൗണ്ട് ഇടണം. ജേണൽ എൻട്രി ഇടാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? റീവാലുവേഷൻ അക്കൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ ജേണൽ എൻട്രി ഈസി ആയിട്ട് ഇടാം. പക്ഷെ റീവാലുവേഷന് ജേണൽ എൻട്രി ആണ് ഇടാൻ പറഞ്ഞത്. റീവാലുവേഷൻ അക്കൗണ്ട് ഇടാം, ജേണൽ എൻട്രി ഇടാം, പിന്നെ എന്താണ്? ക്യാപിറ്റൽ അക്കൗണ്ട് ഇടാം, ബാലൻസ് ഷീറ്റ്, ബാങ്ക് ഓർ ക്യാഷ്. ഓക്കെ, അപ്പൊ റീവാലുവേഷൻ അക്കൗണ്ട് ഇടാൻ നേരത്തേക്കും നമുക്ക് ആ മുന്നേ ഉള്ളത് അങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഫിഗേഴ്സ് മാത്രം മാറ്റിയ പോലെ ഇതിൽ കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, റീവാലുവേഷൻ അക്കൗണ്ട് എന്താ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. റീവാലുവേഷൻ അക്കൗണ്ടിൽ പ്രോപ്പർട്ടി എത്ര വന്നിട്ടുണ്ട്? പ്രോപ്പർട്ടി 35,000. പ്രോപ്പർട്ടി എത്രയാണ്? 45,000 ആണ്. ഓക്കെ, അപ്പൊ പ്രോപ്പർട്ടി ഓവറായിട്ടാണ് വാല്യൂ ചെയ്തേക്കണം, കൂടുതലാണ് വാല്യൂ ചെയ്തേക്കണം. അപ്പൊ 10,000 എവിടെ വരണം? പ്രോപ്പർട്ടി എന്നുള്ളത് 35,000 45,000 ഡിഫറൻസ് എത്രയാണ്? 10,000. അത് റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് വരണം അല്ലേ? ഇനി അടുത്ത എന്താണ്? അടുത്ത വാല്യൂ ചെയ്തിരിക്കുന്നത് മോട്ടോർ കാർ 6,500. മോട്ടോർ കാർ 7,500 ആയിരുന്നു. അതിനെ 1,000 rupees എന്ത് ചെയ്തു? കുറച്ച് വാല്യൂ ചെയ്തു. അപ്പൊ മോട്ടോർ കാർ എന്ന് പറഞ്ഞിട്ട് 1,000 rupees കുറച്ച് കാരണം അതിനെ ഡെബിറ്റ് സൈഡിലോട്ട് എടുത്തിട്ടു. ഓക്കെ, ഇനി അടുത്ത എന്താ പറയുന്നത്? പ്രൊവിഷൻ 5%. ഡെറ്റേഴ്സിന് 5% എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡെറ്റേഴ്സ് എത്രയുണ്ട്? 25,000 ഉണ്ട്. 25,000 10% 2,500. അപ്പൊ ഇത് 1,250 വരും. ഓക്കെ, ഡെറ്റേഴ്സ് 5%. പ്രൊവിഷൻ ഫോർ ഡെറ്റേഴ്സ്. എന്തുകൊണ്ടാണ് ഇതിനെ ഡെബിറ്റ് സൈഡിലേക്ക് എടുത്തത്? അത് ഡെറ്റേഴ്സ് കുറയുകയാണ് ചെയ്യണത് അല്ലേ? അതുകൊണ്ടാണ് അതിനെ ഡെബിറ്റ് സൈഡിലേക്ക് എടുത്തത്. 1,250. ഓക്കെ, ഇനി ഇതിന്റെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. പ്രോഫിറ്റ് കാണാൻ നേരത്തേക്കും 10,000 1,000 1,250 പോകാൻ നേരത്തേക്ക് എത്ര വരും? 7,750 വരും. ആ 7,750 ആണ് നമ്മൾ എവിടെ എടുത്ത് എഴുതേണ്ടത്? ഓക്കെ, 7,500 ഇതാണ് റിവാലുവേഷൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ആർക്ക് കൊടുക്കേണ്ടത്? പഴയ പാർട്ട്നേഴ്സിന്, സണ്ണിനും മൂണിനും അല്ലേ? സണ്ണിന് പഴയ റേഷ്യോ എത്രയാണ് നമുക്ക് നോക്കാം. പഴയ റേഷ്യോയിൽ കൊടുക്കണം. ഓൾഡ് റേഷ്യോ എത്രയാണ്? 3:2. ഓക്കെ, ഓൾഡ് റേഷ്യോ 3:2. അപ്പൊ എത്ര വരും? 7,750 × 3 ഡിവൈഡഡ് ബൈ 5, 4,650.
അതേപോലെ തന്നെ 7750 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 5 3100. ടോട്ടൽ ചെയ്താൽ 7750. ഓക്കെ, ഇനി അതിനത് ടോട്ടൽ ചെയ്യാം. 10,000. ഓക്കെ, റിവാലുവേഷൻ അക്കൗണ്ട് ഇട്ടു. ഇനി റിവാലുവേഷൻ അക്കൗണ്ട് ഇട്ട് കഴിഞ്ഞ് എന്ത് ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ എപ്പോഴും ഇടുന്ന പോലെ ക്യാപിറ്റൽ അക്കൗണ്ട് ഇടണം. ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്താ ബാലൻസ് വന്നിരിക്കണേ? 50,000ഉം 41,000ഉം ബാലൻസ് ഉണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യാം? ബൈ ബാലൻസ്. ഓക്കെ, ബാലൻസ് എന്ന് പറഞ്ഞിട്ട് 50,000ഉം 41,000ഉം ബാലൻസ് ഉണ്ട്. അത് 41,000. ഓക്കെ, അത് ബാലൻസ് ചെയ്യുക. പിന്നെ അതിലെന്താണ്? ഇവിടെ ബാങ്ക് ഇസഡിന്റെ എന്താണ്? ഇസഡ് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? ഇസഡ് എത്രയാണ് കൊണ്ടുവന്നത്? 80 ആണോ? അല്ല, 80 മറ്റേ പ്രോബ്ലത്തിലായിരുന്നല്ലേ. 37,500 ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നത് എത്രയാണ്? 37,500 ഇസഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. എക്സ് അല്ല, ഇസഡ് അല്ല, സോറി. സണ്ണ്, മൂണ്, പ്ലൂട്ടോ. ഓക്കെ, സണ്ണ്, മൂണ്, പ്ലൂട്ടോ. ഓക്കെ, അപ്പൊ പ്ലൂട്ടോയുടെ ക്യാപിറ്റലാണ് പീസ് ക്യാപിറ്റൽ 37,500 കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അത് എഴുതി. ഇനി എന്താ എഴുതാനുള്ളത്? ഇനി നമുക്ക് അതിലോട്ട് നോക്കാം. ജനറൽ റിസർവ് ഉണ്ട്. ജനറൽ റിസർവ് 5,000 വേറെ ഇതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ജനറൽ റിസർവ് എന്ത് ചെയ്യണം? റൈറ്റ് ഓഫ് ചെയ്ത് കളയണം. റൈറ്റ് ഓഫ് ചെയ്യേണ്ടത് എന്താണ്? ഓൾഡ് ഷെയറിൽ റൈറ്റ് ഓഫ് ചെയ്ത് കളയണം. ഓക്കെ, 3:2 എന്നുള്ളത്. ജനറൽ റിസർവ് എത്രയാണ്? 5,000 ആണ്. 3:2 വരുമ്പോൾ എത്ര വരും? 3,000 2,000 വരും അല്ലേ? $3,000 $2,000 വരും. ഓക്കെ, ജനറൽ റിസർവ് ചെയ്തു. ഇനി എന്താണ്? ഇനി നമുക്ക് ചെയ്യാനുള്ളത് അടുത്ത നോക്കാം. അതാ റീവാലുവേഷൻ പ്രോഫിറ്റ്. റീവാലുവേഷൻ പ്രോഫിറ്റ് നമ്മൾ എഴുതണ്ടേ? 4650 ബൈ റീവാലുവേഷൻ പ്രോഫിറ്റ് എത്രയാണ്? 4650ഉം 3,100. ഓക്കെ, അത് വന്നു. വേറെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. ഒന്നും കൂടി ഒന്ന് നോക്കിയേക്കാം. എഴുതി റിവാലുവേഷൻ, ജനറൽ റിസർവ്, വേറെ ഒന്നുമില്ല. ഓക്കെ, വേറെ ഒന്നും അഡ്ജസ്റ്റ്മെന്റിലും പറയണില്ല. നമുക്ക് എന്ത് ചെയ്യുന്ന ടോട്ടൽ എടുക്കാം. ഓക്കെ, ഇത് തന്നെയാണ് ഇതിന്റെ ബാലൻസ് ആയിട്ട് എഴുതേണ്ടത്. ടു ബാലൻസ് ക്യാരിഡ് ഓൺ എത്രയാണ്? 57,650 4600 37,500. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ട് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇനി ബാലൻസ് ഷീറ്റ് വരക്കണം. ഓക്കെ, ബാലൻസ് ഷീറ്റ് വരക്കാനായിട്ട് അതേപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടും വരക്കേണ്ടി വരും. ഓക്കെ, അതും അതേപോലെ തന്നെ കോപ്പി ചെയ്യുവാണ്. ഫിഗറൊക്കെ മാറ്റിയേക്കാം. ബാങ്ക് അക്കൗണ്ട് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, ഇല്ല ബാലൻസ് ഷീറ്റിൽ ഫസ്റ്റ് അതിലിരുന്നേ ഇവിടെ നോക്കാം. ലൈബിലിറ്റി സൈഡ് എന്തൊക്കെയാണ്? 50,000 40 ക്യാപിറ്റൽ അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് ഇവിടെ എത്ര വന്നത്? ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മുടെ ബാലൻസിൽ 57,650 46 സണ്ണ്, മൂണ്, പ്ലൂട്ടോ. ഓക്കെ, അതിൽ 57,650 4600 37,500.
ഓക്കെ. ഇനി അടുത്ത എന്താ ഉള്ളത് ബാലൻസ് ഷീറ്റിൽ ലോൺ ഉണ്ട്. ലോണിൽ പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്തും കൂടി പറഞ്ഞിട്ടുണ്ട് അവരിവിടെ സച്ച് എമൗണ്ട് ഓഫ് പ്രീമിയം അല്ലെ, ലാസ്റ്റ് ഇതിൽ ഗുഡ് വില്ല് കാണാൻ പറഞ്ഞു. എന്നിട്ട് സച്ച് എമൗണ്ട് ഓഫ് പ്രീമിയം വാസ് ടു ബി ക്രെഡിറ്റഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ടിലേക്ക് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലോൺ അക്കൗണ്ടിൽ സണ്ണിൽ എത്രയുണ്ട്? 5000 ഉണ്ട്. ഓക്കെ, അത് നമുക്ക് സണ്ണിൽ 5000 ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇവിടെ കിട്ടി എത്രയാണ്? പിയുടെ ഷെയർ കണ്ടുപിടിച്ചു അല്ലേ? പിയുടെ ഷെയർ കണ്ടുപിടിച്ചു 3195 എന്നുള്ളത്. ആ 3195 എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്തു കൊടുക്കണം? നമുക്ക് 2 പേർക്കുമായിട്ട് വീതിച്ചു കൊടുക്കണം അല്ലേ? 2 പേർക്കുമായിട്ട് വീതിച്ചു കൊടുക്കണം. അത് എന്നാലേ നമുക്കത് ലോൺ അക്കൗണ്ടിലേക്ക് ഇടാൻ പറ്റുള്ളൂ. ആ 3195 എന്നുള്ളത് ഏത് റേഷ്യോയിലാണ്? സാക്രിഫൈസ് റേഷ്യോയിൽ കൊടുക്കണം. സാക്രിഫൈസ് റേഷ്യോ എത്രയാണ്? 2:3 ആണ്. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? 2:3 ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. എത്രയാണ്? 3195 ഇൻറ്റു 3:2 അല്ലേ? 3 ഡിവൈഡഡ് ബൈ 5 1917 വന്നിട്ടുണ്ട്. പിന്നെ എന്താണ്? 3195 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 5 1278. ഓക്കെ, ഇതേപോലെ നമ്മൾ ഇത് 2ഉം 3 ആർക്കായിരുന്നു? 2:3 ആണ്. ഓക്കെ, 2:3 ആണ്. അപ്പോൾ 1278 സണ്ണിൻ്റെ കൂട്ടത്തിൽ 1278 കൂടി ആഡ് ചെയ്യണം. 1278. മറ്റേ ആൾക്ക് എത്രയാണ്? 1917. മൂന്നിന് 1917. ആർക്ക്? മൂന്നിൻ്റെ ലോൺ. ഓക്കെ, മൂന്നിൻ്റെ ലോണ് 1917 എന്ന് വന്നു. ഓക്കെ, ഇനി എന്താ ഉള്ളത്? അപ്പൊ ലോണ് നമ്മൾ എടുത്തു. ഇനി ജനറൽ റിസർവ് മെയിൻറ്റെയിൻ ചെയ്യാനാണോ പറഞ്ഞിരുന്നത് വെച്ചത്? ജനറൽ റിസർവ് അല്ല, മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ജനറൽ റിസർവ് ഇട്ട് കളയുക. സൺഡി ക്രെഡിറ്റേഴ്സ് എന്ത് ചെയ്തു? സൺഡി ക്രെഡിറ്റേഴ്സ് വേറെ വ്യത്യാസമൊന്നുമില്ല. 15,000 എടുക്കുക. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് 1500 കൊടുക്കുക. ക്രെഡിറ്റേഴ്സ് ജനറൽ റിസർവ് വേണ്ട, ഔട്ട്സ്റ്റാൻഡിങ് എടുക്കാം. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഓക്കെ 1500. ഇവിടെ 15,000. ഓക്കെ, ഇനി ഇപ്പുറത്തെ സൈഡ് അസറ്റ് സൈഡ് നോക്കാൻ നേരത്തെ എന്താ വന്നത്? അസറ്റ് സൈഡിൽ പ്രോപ്പർട്ടി എത്ര വന്നു? 45,000 പ്രോപ്പർട്ടി 45,000. മോട്ടോർ കാർ 6,500. ഓക്കെ, മോട്ടോർ കാർ 6,500. ഇനി അടുത്തത് ഫർണിച്ചർ വേറെ വ്യത്യാസമൊന്നുമില്ലല്ലോ. 1000 ഡെറ്റേഴ്സ് കുറയ്ക്കണം, 5% കുറയ്ക്കണം. 1275 അല്ലെ? 1270 കുറക്കണം, 1250 കുറക്കണം. ഒക്കെ ഫർണിച്ചർ 1000 എടുക്കുക. ഫർണിച്ചർ ഡെറ്റേഴ്സ് 25,000 നിന്ന് 1250 കുറക്കാം. ഓക്കെ, ഡെറ്റേഴ്സ് ആയി. ഇനി അടുത്തത് എന്താണ്? സ്റ്റോക്ക് 45,000. സ്റ്റോക്ക് നമുക്ക് ഇവിടെ വേറെ ഒന്നും തന്നിട്ടില്ല അല്ലേ? സ്റ്റോക്ക് 45,000 എടുക്കാം. ക്യാഷ് നമ്മൾ ചെയ്യണം. ക്യാഷ് 4,000 ആണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്തെങ്കിലും ഒന്ന് വരക്കണം. സ്റ്റോക്ക് 45,000, ക്യാഷ് 4,000 ആണ് ബാലൻസ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബാലൻസ് എന്ന് പറഞ്ഞ് 4,000 എഴുതാം. അതേപോലെ തന്നെ പ്ലൂട്ടോ ആദ്യം എന്ത് ചെയ്തിട്ടുണ്ടാവും? ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ട് ക്യാപിറ്റലായിട്ട് അല്ലേ? പ്ലൂട്ടോയുടെ ക്യാപിറ്റൽ ഉണ്ട്. എത്രയാണ്? 37,500 എന്തോ അല്ലേ?
37,500. അതേപോലെ തന്നെ എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്, ഗുഡ് വില്ലും ഉണ്ട് അല്ലേ. ഗുഡ് വിൽ എത്രയാണ്, 3,195. അതും എടുക്കാം. 3,195, 37,500 ഇത് ഗുഡ് വില്ല്. ഓക്കെ, അപ്പോൾ എത്ര വരും, 44,695. അതാണ് ക്യാഷ് ആയിട്ട് എഴുതേണ്ടത്. അപ്പോൾ രണ്ട് സൈഡും ബാലൻസ് ഷീറ്റ് ടാലി ആയി. എത്ര വന്നു, 1,65,945 ബാലൻസ് ഷീറ്റ് ടാലി ആയിട്ടുണ്ട്. ഇനി വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ബാലൻസ് ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ വേറെ ജേണൽ എൻട്രി. ജേണൽ എൻട്രി എങ്ങനെ എഴുതേണ്ടത്? ജേണൽ എൻട്രി നമുക്ക് എഴുതണില്ല, ഞാനത് പറയാം. ഓക്കെ, ഞാനത് പറഞ്ഞു തരാം. റീവാലുവേഷൻ അക്കൗണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. റീവാലുവേഷൻ അക്കൗണ്ടിൽ എങ്ങനെയാണ്, പ്രോപ്പർട്ടി അക്കൗണ്ട് അറ്റാറ്റ് ടു റീവാലുവേഷൻ എന്ന് പറഞ്ഞ 10,000 എഴുതുക. റീവാലുവേഷൻ അക്കൗണ്ട് അറ്റാറ്റ് ടു മോട്ടോർ കാർ എന്ന് പറഞ്ഞ 1,000 എഴുതുക. റീവാലുവേഷൻ അക്കൗണ്ട് അറ്റാറ്റ് ടു പ്രൊവിഷൻ ഫോർ ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞ 1,250 എഴുതുക. ഓക്കെ, റീവാലുവേഷൻ അക്കൗണ്ട് അറ്റാറ്റ് ടു സൺ പ്രോഫിറ്റ് 4,650. റീവാലുവേഷൻ അക്കൗണ്ടിന് മൂൺ പ്രോഫിറ്റ് 3,100 എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, ഇനി എന്താ എഴുതാണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആരാണ്, പ്ലൂട്ടോ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്, അത് എഴുതണം. അപ്പോൾ എന്താണ്, ബാങ്ക് അക്കൗണ്ട് അറ്റാറ്റ് ടു പ്ലൂട്ടോസ് ക്യാപിറ്റൽ എത്രയാണ്, 37,500 എഴുതുക. ഇനി എന്താണ്, ഇനി നമുക്ക് ആ ഗുഡ് വില്ലിന് എൻട്രി എഴുതണം. എന്താണ് ഗുഡ് വില്ല് എത്ര കൊണ്ടുവന്നിരിക്കുന്നത്, 3,195 എന്ന് പറഞ്ഞില്ലേ, 3,195 എൻട്രി ഇടണം. എന്താണ്, ക്യാഷ് അക്കൗണ്ട് അറ്റാറ്റ് ടു പ്ലൂട്ടോസ് ഗുഡ് വില്ല് 3,190. ആ 3,195 പ്ലൂട്ടോസ് ഗുഡ് വില്ല് എന്ന് പറഞ്ഞിട്ട് എന്തിലേക്ക് എഴുതണം, സണ്ണിനും മൂണിനും ബാധിച്ചു കൊടുക്കണം. പ്ലൂട്ടോസ് ഗുഡ് വില്ല് അക്കൗണ്ട് അറ്റാറ്റ് ടു സണ്ണ് എത്രയാണ്, നമ്മളിവിടെ ഭാഗിച്ച പോലെ. ഓക്കെ, നമ്മളിവിടെ ഭാഗിച്ച് എഴുതിയില്ലേ, ആ സംഭവം തന്നെ ലോൺ അക്കൗണ്ടിലേക്ക് 1,278 മൂണിന് 1,970 എന്നും പറഞ്ഞ് എഴുതാം. അതാണ്, അതോടുകൂടി എന്ത് ചെയ്യും, ആ പ്രോബ്ലം കംപ്ലീറ്റ് ആവും. ജേണൽ എൻട്രി കൂടി എഴുതിയാൽ, നമ്മൾ അക്കൗണ്ട് വരച്ച് കഴിഞ്ഞാൽ പിന്നെ ജേണൽ എൻട്രി എഴുതാൻ സുഖമല്ലേ, അതോടുകൂടി അത് കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി നമുക്ക് രണ്ട് പ്രോബ്ലം കൂടി ഉള്ളൂ, ഇല്ലുസ്ട്രേഷൻ 7 and 8. അത് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ദയവ് ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോഴേ ഇനി ഇതേപോലെ ആവശ്യമുള്ള എല്ലാ കുട്ടികളിലേക്ക് ഇത് എത്തുള്ളൂ, വീഡിയോ റീച്ച് ആവുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും ദയവ് ചെയ്ത് അതൊന്ന് ചെയ്യുക. ഓക്കെ, റിക്വസ്റ്റ് ആണ്. താങ്ക് യു.